എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. വളരെ മനോഹരമായ വേദഭാഗമാണ്. നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് പ്രസംഗങ്ങൾ പ്രസംഗിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതിന്റെ ഒരു ഭാഗം പ്രസംഗിച്ചത് പിന്മാറ്റത്തിന്റെ കാരണങ്ങളാണ്. പിന്മാറ്റത്തിന്റെ കാരണങ്ങൾ അല്ലേ? ഇവിടെ ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടി പിന്നെയും പറയാൻ നിന്നാൽ, സ്തോത്രം, യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കുന്നവൻ, യേശുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കുന്നവൻ ദൈവത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. കണ്ടോ, അവൻ്റെ ജനനം ദൈവത്തിൽ നിന്നാണ്. നമ്പർ 2, ജനിപ്പിച്ചവനെ നമ്മൾ സ്വാഭാവികമായും സ്നേഹിക്കണം. ആ സ്നേഹിക്കുന്നവൻ ജനിപ്പിച്ചവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ ആരെയൊക്കെ സ്നേഹിക്കണം? നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, അടുത്തുള്ള ആളിനെ സ്നേഹിക്കണം. ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ബാക്ക് സ്ലൈഡിങ് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോയി. ഗ്രഹിക്കുന്നുണ്ടോ? ഇതെൻ്റെ സിമ്പിൾ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണ്? പിന്മാറ്റത്തിൻ്റെ കാരണങ്ങൾ ഒരു 6-7 പോയിന്റ്സ് ഉണ്ട്. നമ്മളൊരു 3 എണ്ണമൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? 3 എണ്ണം പ്രസംഗിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ കമ്പി വാചകം പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 3 എണ്ണം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ബാക്ക് സ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ പിന്മാറ്റം. ഈ ബാക്ക് സ്ലൈഡിങ് എന്താണ്? ബാക്ക് സ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സീസൺ ഓഫ് ഇൻക്രീസിങ് സിൻ ആൻഡ് ഡിക്രീസിങ് ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു സീസണാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടമാണ്. എന്താ? എൻ്റെ പാപം ചെയ്യാൻ, പാപത്തോടുള്ള നമ്മുടെ താല്പര്യം വർദ്ധിക്കുന്നതും അനുസരണക്കേട് വർദ്ധിക്കുന്നതുമായ ഒരു കാലഘട്ടം. ഇൻക്രീസിങ് സിൻ, പാപം വർദ്ധിക്കുന്നു. ഡിക്രീസിങ് ഒബീഡിയൻസ്, അനുസരണ കുറയുന്നു. അപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലഘട്ടം എങ്ങനെ ഇരിക്കുന്നു? പാപം കുറഞ്ഞിട്ട് അനുസരണം കൂടിയോ റിട്ടേൺ അടിച്ചോ? സ്തോത്രം, അല്ലേ? അനുസരണ ഭയങ്കര പ്രശ്നമുള്ള ഒന്നാണ്. കാരണം അനുസരിക്കണമെങ്കിൽ വിധേയത്വം വേണം. ഞാൻ ആരും പറഞ്ഞാൽ കേൾക്കില്ല, എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്, ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു പരിപാടിയും നടക്കുകയില്ല. ദൈവസന്നിധിയിൽ നമ്മൾ ഭോഷന്മാരാണ്. സ്വത്രം, നമുക്ക് ഈ അഭ്യാസമൊക്കെ ചുമ്മാ തോന്നുന്നതാണ്. ഞാൻ വിത്തൗട്ട് എക്സ്പ്ലനേഷൻ ഞാൻ മുമ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ്. നമ്പർ 2, ടേണിങ് അവേ ഫ്രം ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നിന്നും പിന്മാറിപ്പോവുക. We lose sight of Christ because of our sins, unbelief, Satan's lies, and we grow discouraged and weak. ഇത്രയും മതി. നമ്മൾ കർത്താവിൽ നിന്ന് പുറകിലോട്ട് പോകുന്നു. നമ്മൾ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകുന്നു. പിന്നെ നമുക്ക് കർത്താവിനെ കാണാനേ പറ്റുന്നില്ല. ഇതാണ് പിന്മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ കർത്താവിനെയാണോ കാണുന്നത്, ബാങ്കുകാരെയാണോ കാണുന്നത്? ദാവീദ് ചോദിക്കുന്നത്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്ന് വരുന്നു. എൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. വേറെ ആരും നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞാലും ആരും സഹായിക്കില്ല. സ്വത്രം, അതൊക്കെ വെറുതെ തോന്നുന്നതാ. എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ICUവിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ വേറെ ആരുമില്ല. നമ്മളിപ്പോൾ ഇന്ന് വൈകുന്നേരം ICUവിൽ കയറില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? ഇന്ന് വൈകുന്നേരത്ത് നമ്മൾ ഒരു 8 മണിയൊക്കെ ആകുമ്പം ICUവിലാവില്ല എന്ന് പറയാൻ പറ്റുന്നുള്ള ആരാ ഇവിടെ ഉള്ളത്? ആർക്കും പറയാൻ പറ്റും. കണ്ണടച്ച് തുറക്കുന്ന വരുമ്പോൾ സംഭവം ഓക്കെ, കിടന്നു കൊടുക്കുന്നു, നേരെ അവർ ഉരുട്ടി അതിൻ്റെ അകത്തോണ്ടിരുന്നു. എല്ലായിടത്തും മിഷനൊക്കെ ഘടിപ്പിക്കുന്നു. നമ്മൾ പറയും രാവിലെയും കണ്ടതാണ്. അതെ, നാളെയും രാവിലെ കാണും വേറെ ഷേപ്പിൽ. സ്വത്രം, നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ കാണുന്നത് ആരെയാണ്? കർത്താവിനെ. അല്ലെങ്കിൽ നമ്മൾ ബാക്ക് സ്ലൈഡിങ്ങിലാണ്, പിന്മാറ്റത്തിലാണ്. റിലാപ്സ് ഇൻടു അൺബിലീഫ്, പിന്നെയും വഴുതി വീഴുക, അവിശ്വാസത്തിലേക്ക് തന്നെ വീഴുക. വായെടുത്താൽ അവിശ്വാസമേ പറയൂ. ഗുണം പിടിക്കുന്ന വർത്തമാനം വായിൽ വരില്ല. എപ്പോഴും വായിക്കകത്ത് വരുന്നത് അൺബിലീഫാണ്. എപ്പോഴും വായിൽ വരുന്നത് വചനവിരുദ്ധമായതാണ്. അത് പിന്മാറ്റത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ദെൻ ദ വെരി ഓപ്പോസിറ്റ് ഓഫ് ഗ്രോത്ത്. ഈ വളർച്ച ഓപ്പോസിറ്റ് ഗ്രോത്ത് ആണ്. ക്യാൻസർ ഒരു വളർച്ചയാണ്, പക്ഷേ അത് ഓപ്പോസിറ്റാണ്, അല്ലേ? ക്യാൻസർ ഒരു ഗ്രോത്ത് ആണ്, പക്ഷെ അത് ശരീരത്തിൽ പാടില്ലാത്ത ഗ്രോത്ത് ആണ്. അത് പിന്മാറ്റമാണ്. റൈറ്റ്? Then having sinned and not repent of their deeds, പാപം ചെയ്യുന്നു പക്ഷേ മാനസാന്തരപ്പെടുന്നില്ല, ഏറ്റു പറയുന്നില്ല. ഞാൻ അതാണ് നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്.
ഏറ്റു പറയുന്നില്ല. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ച് പോകാൻ താല്പര്യപ്പെടുന്നത് ഇത്രയും പോയിന്റ്സ് നിങ്ങളുടെ ഉള്ളിലാക്കാൻ വേണ്ടിയാണ്. ഉറങ്ങുന്നത് ഉറങ്ങി കേട്ടോ, സാരമില്ല. Then repenting of repentance. മാനസാന്തരപ്പെടണ്ടായിരുന്നു. പെട്ടത് കൊണ്ടാ ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയത്. ഇല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു. പിടിയില്ല, ഇത് പിന്മാറ്റത്തിൻ്റെ ലക്ഷണമാണ്. എല്ലാം കളഞ്ഞിട്ട് പോകണമെന്നുണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ടതാണ്. അന്ന് എല്ലാവരും കൂടെ പറഞ്ഞങ്ങ് രക്ഷിക്കപ്പെടുത്തി, വേണ്ടായിരുന്നു. പിടിയിട്ടുണ്ടോ? അങ്ങനൊരു ചിന്ത എപ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഇരച്ച് കയറുന്നുണ്ടെങ്കിൽ താങ്കൾ പിന്മാറ്റത്തിൻ്റെ പടി ഓടുകയാണെന്ന് തിരിച്ചറിയണം. സിമ്പിളായിട്ട് മനസ്സിലായല്ലോ? ഇറ്റ്സ് ഇനഫ്. ഇനി വാട്ട് ആർ സം സൈൻസ് ഓഫ് ബാക്ക് സ്ലൈഡിങ്? പിന്മാറ്റത്തിൻ്റെ ചില ലക്ഷണങ്ങൾ ഞാൻ അതങ്ങ് വിട്ടേക്കട്ടെ. റിസൾട്ട്, ഇതിൻ്റെ ഫലം. ഞാൻ വേറെ ദിശയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്, ഈ ഭാഗമല്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ക്യാൻസൽ ചെയ്ത് വിടുന്നത്. വാട്ട് ആർ ദ റിസൾട്ട്സ്? ഇതിൻ്റെ ഫലം എന്താണ്? ഒന്ന്, സഫർ എന്ന് പറഞ്ഞാൽ അനുഭവിക്കും. അങ്ങനെ ഇവിടെ പിന്മാറ്റത്തിന് കിട്ടുന്ന സുഖം ഇറങ്ങി പോകുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. പിന്മാറ്റമേ എന്തെന്നില്ലാത്തൊരു സുഖം. പാടണ്ട, പ്രാർത്ഥിക്കണ്ട, ദശാംശം കൊടുക്കണ്ട, ആലയത്തിൽ പോണ്ട, ആരെ മൈൻഡ് ചെയ്യണ്ട, റിസ്ക് ഇല്ല. പിന്മാറ്റം ഭയങ്കര രസമുള്ള കാര്യമാണ്. തിന്നുക, പൊളിക്കുക, ആനന്ദി, അടിച്ച് പൊളിക്കുക. പിന്മാറ്റം നമ്മുടെ മുടിയും പുത്ര പോയ പോക്ക് കണ്ടില്ലേ? കൈ നിറച്ച് കാശ്, മൊത്തം കൂട്ടുകാർ അല്ലേ? മറ്റത് കല്യാണം കഴിഞ്ഞ് ഒരാളിൻ്റെ കൂടെ ജീവിക്കേണ്ട, ഇത് സുഖാണെന്ന് ദുർനടപ്പുകാരനായി ജീവിച്ചെന്നാണ് പറയുന്നത് അല്ലേ? വഴി കടന്ന സൗന്ദര്യ അവന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. കയ്യിൽ കാശിരിക്കല്ലേ, കാശ് കൊടുക്കുക, സുഖിക്കുക, ആനന്ദിക്കുക, അടിച്ചു പൊളിക്കുക. ആരും ചോദിക്കാല്ല, അപ്പം വീട്ടിലല്ലേ, മൂപ്പരെ പോകാൻ പറ, പൈസ തന്നില്ലേ. അപ്പം ബാക്ക് സ്ലൈഡിങ് ഭയങ്കര സന്തോഷമാണ്. എന്ത് വേണോ ചെയ്യാം, ഇച്ഛിക്കുന്നത് എന്ത് ചെയ്യാം. അതിൻ്റെ ഫിനിഷിങ് എവിടെ? പന്നിക്കൂട്ടിൽ. അതാണ് നമ്മൾ അനുഭവിക്കുമെന്ന് പറയുന്നത്. പന്നിക്കൂട്ടിൽ നമ്മൾ ചിലർ ഏറെക്കുറെ പന്നിക്കൂട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അനുഭവിക്കുക. കണ്ട, ബാക്ക് സ്ലൈഡിങ് സുഖമായിട്ട് നമുക്ക് തോന്നും. അടിച്ച് പൊളിക്കാം, ഇത് കൊള്ളാം കേട്ടോ, അടിച്ചു തിന്നെ കുടിക്കുക, ആനന്ദിക്കുക. ഫൈനൽ പന്നിക്കൂട്ടിൽ. നിങ്ങളിപ്പോൾ കരയുന്നുവെങ്കിൽ ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. കാരണം പന്നിക്കുട്ടി ചെന്നിരുന്ന മുടിയംപുത്രം ഒരു കരച്ചിലാണ്. വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. അപ്പോഴേക്ക് സുബോധം വന്നു. ഒറ്റ കരച്ചിൽ സുബോധം വന്നു. അതുകൊണ്ട് കരയുന്നത് സുബോധം വരാൻ കണക്കിന് കരയണം. എങ്കിൽ നിങ്ങൾ ഇന്ന് കരയുന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു. ചിലർ കരഞ്ഞിട്ട് എന്തായാലും പന്നിക്കൂട്ടില്ല, ഇതിൻ്റെ കൂടെ അങ്ങ് ജീവിക്കാം. അത് നല്ലതാ. ശിഷ്ടമുള്ള ആയുസ് താങ്കൾക്കും പന്നിയായി ജീവിക്കാം. അപ്പോഴൊരു സുബോധം വന്നാൽ തിരിച്ച് അപ്പം വീട്ടിൽ പോവുകയാണ്. വേറെ തിരിച്ചു തിന്തോന്നുമില്ല, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകും. എന്തായാലും ഇനി മോനാവാൻ പറ്റുകയില്ല. പൈസ എല്ലാം മേടിച്ചു, ദുർനടപ്പുകാരനായി. ഇനിയിപ്പോൾ വീട്ടിൽ ജോലിക്ക് വല്ലോം നിൽക്കാം. അതാ പുള്ളിയുടെ തീരുമാനം, ജോലിക്ക് നിൽക്കാം അല്ലേ? വീട് വിട്ടതുപോലെ ദേശം വിട്ടു പോയിട്ട് വിഷ്ണു തിരിച്ചു വന്നാൽ, ഞാൻ അപ്പൻ്റെ അവിടെ ബംഗാളികളോടോ ജോലിക്ക് നിൽക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു വന്നാൽ അപ്പം പറയാം, എന്നാൽ പിന്നെ ജോലിക്കുന്നോ എന്ന് പറയുമോ? പറയുകയല്ല അല്ലേ? അപ്പൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. കാര്യം ഇതെൻ്റെ മോനാ, അവൻ പാപം ചെയ്തിരിക്കുകയല്ലേ, അത് സാരമില്ല കണ്ടോ, അത് സാരമില്ല, അവൻ എൻ്റെ മോനാ. അതാണ് അപ്പൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. അതാ അവിടെ വേറെ നിയമമൊന്നും പറയാനില്ല, വേറെ കാര്യമൊന്നും പറയാനില്ല. എല്ലാ നിയമത്തെയും കവർ ചെയ്തതാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹം അങ്ങ് പകരുക. പക്ഷേ മൂത്ത മകൻ നിയമം പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഏത് അടിസ്ഥാനത്തിൽ ഇത് ശരിയാവും? അവൻ ലീഗലിസം പറയുകയാണ്. അപ്പനവിടെ ലീഗലിസം ഒന്നുമില്ല. അപ്പൻ അതെല്ലാം മാറ്റിയിട്ട്, വാ മക്കളെ, പിന്നെ ആ നാറ്റം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞ് തുണിയൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. ഏതപ്പനായാലും നാറ്റം എങ്ങനെയാണ് സഹിക്കുന്നത്? തുണിയൊക്കെ മാറ്റി കുളിപ്പിച്ച് നഖമൊക്കെ വെട്ടി ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരൂ. അപ്പൻ കിച്ചണിൽ പറഞ്ഞു, അവർ നല്ലൊരു കാളക്കുട്ടി അറുത്ത് അവിടെ സെറ്റപ്പ് ചെയ്തോ അല്ലേ? അങ്ങനെ എല്ലാ സ്ഥലവും സെറ്റപ്പ് ചെയ്യുകയാണ് കേട്ടോ, സ്വീകരിക്കാൻ വേണ്ടി. അപ്പോൾ ബാക്ക് സ്ലൈഡിങ്ങിന്, പിന്മാറ്റത്തിന് ആദ്യം സുഖം തോന്നിയാലും പിന്നീട് കിട്ടുന്നത് കെണിയാണ്. നമ്പർ 2, we hurt others and especially the church. പിന്മാറ്റക്കാരൻ ചെയ്യുന്നത് ആദ്യം അവൻ അനുഭവിക്കും. 2, അവൻ സഭയെ ഉപദ്രവിക്കും, ഹർട്ട് ചെയ്യും, മുറിപ്പെടുത്തും. ഞാനൊരു പണി കൊടുക്കാം, എങ്ങനെ ഇരിക്കും നോക്കട്ടെ. അങ്ങനെ താങ്കൾക്ക് തോന്നുന്നുവെങ്കിൽ താങ്കൾ പിന്മാറ്റത്തിലാണ്. ഞാനിതിന് കൈ കൊടുക്കാതെ മാറി നിന്ന് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നിങ്ങൾ എനിക്ക് പണി തരാതെ നിങ്ങളാരും സ്വപ്നത്തിൽ വിചാരിക്കരുത്, നടക്കാത്ത കാര്യമാണ്. ഞാൻ അന്നും ഇന്നും എന്നും വിശ്വാസിയാണ്, അത് നിങ്ങളറിയണം. ഞാനൊരു ചർച്ചിലെ വിശ്വാസിയാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സഭയിലെ വിശ്വാസിയാണ്.
അപ്പോൾ എനിക്ക് പണി തരാം എന്നൊന്നും നിങ്ങളാരും വിചാരിക്കരുത്. അത് വേസ്റ്റ് പണിയാണ്, വേസ്റ്റ് സമയമാണ്, നടക്കാത്ത കാര്യമാണ്. കർത്താവിന് പണിയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവ് നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതാണ്. നമ്മളിവിടെ ഈ സ്റ്റീൽ പൈപ്പിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്, കണ്ടോ? മൂപ്പരുടെ പണി എന്താണ്? ഈ സാധനം താങ്ങി പിടിച്ചോളുക. മൂപ്പര് നമ്മൾ രാവിലെ വരുമ്പോഴേക്ക് എനിക്ക് താല്പര്യമില്ലെന്ന് പിന്നെ തറയിൽ കിടന്നാലോ? വേറെ കൊള്ളാന്നുള്ള ഇരുമ്പ് കമ്പി നമ്മളെടുത്തോണ്ട് ഫിറ്റ് ചെയ്യും ഇവിടെ, അല്ലേ? അതുകൊണ്ട് നമ്മളെ കർത്താവ് കൃപയാൽ തിരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കി ഏൽപ്പിച്ച പണി നമ്മൾ ചെയ്യണം. എന്താ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ വിശ്വസ്തയോടെ ചെയ്യണം, അല്ലേ? എന്നെ ദൈവം ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനാണ്. അത് അധികം നാൾ എനിക്ക് ഈ പണി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ മറ്റൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാക്കി എല്ലാവരും എക്യൂപ്പ് ആയിക്കോണം. അതെല്ലാം ദൈവം നമ്മുടെ പണിയാണ്. എല്ലാവരും എക്യൂപ്പ് ആയിക്കോണം, എല്ലാവരും ശക്തരായിക്കോണം. ഞാൻ ഇനി വല്ലപ്പോഴും ഒരിക്കലൊക്കെ വരെയുള്ളായിരിക്കും. അല്ല, ഞാൻ എവിടെയെങ്കിലൊക്കെ പോട്ടെ, ഇവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കാതെ, അല്ലേ? നിങ്ങൾ വ്യക്തികളെ നോക്കിയൊന്നും വരാൻ നിൽക്കരുത്. നമ്മൾ ഒരുമിച്ച് കൂടിയാൽ അതിനകത്തൊരു ദൈവകൃപ ഉണ്ടാണ്. ആരില്ലെങ്കിലും, റൈറ്റ്, ആരില്ലെങ്കിലും അതിനകത്തൊരു ദൈവകൃപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം, ദൈവശക്തി ഉണ്ടാക്കാൻ പറ്റണം. ആ രീതിയിലൊരു ഐക്യതയാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മൾ സഭകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പറയാറുണ്ട്, എനിക്കും പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ആരുടെ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് പാസ്റ്റർമാരൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മടുത്ത് പോയതുകൊണ്ടാണ് പിന്മാറ്റത്തിൽ പോയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് പോയിട്ടെന്നറിയാമോ? ഞാൻ എല്ലാവരും നല്ലത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ പാസ്റ്റർമാരല്ലേ കണ്ടിട്ടുള്ളൂ. ഞാനങ്ങ് DP മാരോട്ട് അതിൻ്റെ മേലുള്ള ടീമുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കെതിരെ പുസ്തകം എഴുതിയ മിടുക്കന്മാരുണ്ട്. പുസ്തകം എഴുതിയവന്മാർ മണ്ണിൻ്റെ പുറത്തില്ല എന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് ഇതിൻ്റെ എനിക്ക് വർഷങ്ങളാകുന്നതിൻ്റെ ഇത് വരുമല്ലോ, 11 വർഷമായതിൻ്റെ ഫേസ്ബുക്ക് സാധനം എനിക്ക് ഇങ്ങനെ റിട്ടേൺ വന്ന് ഞാൻ നോക്കിയപ്പോൾ ആ സാധനം അതിൽ കിടക്കുകയാണ്. കാരണം ഞാൻ അന്ന് ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിരുന്നു, എന്നെ കൊല്ലുമെന്നുള്ളൊരു അന്തരീക്ഷം എനിക്ക് അന്നുണ്ടായി. ഞാൻ പറഞ്ഞു, എന്നെ കൊന്നാൽ ഇന്നയാളാണ് എന്നെ കൊന്നിരിക്കുന്നത്. ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട് കൊടുത്തു. അയാളുടെ ഫോട്ടോ എൻ്റെ ഫോട്ടോ അടക്കം വെച്ച് ഇട്ട് കൊടുത്തു. പിന്നെ അയാൾ കൊല്ലുമെന്ന് എനിക്കറിയണമല്ലോ. ശ്രോത്രം, ഒന്നും നടത്തില്ല, അയാൾ ചത്തുപോയി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവമാണ് നമ്മളെ വിളിച്ചതെങ്കിൽ നമ്മളെ നിർത്താനും നടത്താനും ദൈവം ശക്തനാണ്. പക്ഷെ ഞാൻ അങ്ങോട്ട് ദൈവത്തിനെ കാണിച്ചു കൊടുക്കാമെന്നോ അങ്ങോട്ട് ഞാൻ പണിയാൻ പോയാൽ, അയാൾ എന്നെ ഉപദ്രവിച്ചപ്പോൾ ഞാൻ തിരിച്ചടിക്കാൻ പോയാലോ? അയാൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ മകനാണ് അയാളെങ്കിലോ. ഞാൻ അയാളെ ഉപദ്രവിച്ചാൽ കർത്താവ് എന്നെ എടുത്താത്താക്കും, മറ്റേ എന്നെ ഉപദ്രവിച്ചപ്പോൾ അയാളെ അകത്താക്കി, ഫിനിഷ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നെ ഉപദ്രവിക്കുന്നിടത്ത് ഞാൻ ഓടുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. അത് ദൈവം എനിക്ക് തന്ന ഒരു കൃപയാണ്. എനിക്ക് തിരിഞ്ഞു നിന്ന് അടികൂടാനുള്ള എന്താ പറയാ, അറിവില്ലാത്തതുകൊണ്ടല്ല, തിരിച്ച് നിന്ന് അടികൂടാനൊക്കെ ഉള്ള അറിവും അതിനുള്ള കുലമഹിമയൊക്കെ എനിക്കുണ്ട്. പക്ഷെ ദൈവം എന്നെ മാനസാന്തരപ്പെടുത്തി. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ദൈവം എന്നെ മാനസാന്തരപ്പെടുത്തി. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഫീൽ ചെയ്യില്ല. അതെന്താണെന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. എനിക്കറിയില്ല. ആ സാധനം കർത്താവ് ഊരിക്കളഞ്ഞു, അതുകൊണ്ടായിരിക്കും എനിക്കറിയില്ലത്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര മാനസാന്തരക്കാരനൊന്നും അല്ല. ഞാൻ ഉരുളയ്ക്കുപ്പേര് പറഞ്ഞിട്ടേ പോവുള്ളൂ, അടിയെങ്കിൽ അടി കൊടുത്തിട്ടേ പോവുള്ളൂ. പക്ഷേ ദൈവം എൻ്റെ ആ ഫ്യൂസ് ഊരി. ഇപ്പം ഭയങ്കര വ്യത്യാസമാണ് എനിക്ക്. ഇപ്പം എനിക്ക് ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ട് ചിരി വരും. ഞാൻ ഇന്നലെ അങ്ങനത്തെ ചില കാര്യങ്ങൾ കേട്ട് ചിരിക്കുകയായിരുന്നു. തിരിച്ചു വരാം. വി ഹേർട്ട് അതേഴ്സ്. നമ്മൾ പിന്മാറ്റക്കാരനാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തും. എൻ്റെ നിങ്ങളുടെ വാക്കുകൾ, എൻ്റെ നിങ്ങളുടെ സ്വഭാവം, എൻ്റെ നിങ്ങളുടെ പെരുമാറ്റം മറ്റുള്ളവനെ മുറിപ്പെടുത്തുന്നുവെങ്കിൽ നമ്മൾ പിന്മാറ്റത്തിലാണെന്ന് തിരിച്ചറിയണം. നമ്പർ 3, വി ഹേർട്ട് ഗോഡ്സ് ഹോളി നെയിം. ദൈവത്തിൻ്റെ മഹത്വരമായ നാമത്തെ നമ്മൾ മുറിപ്പെടുത്തും. നമ്മുടെ സ്വഭാവം, നമ്മുടെ രീതി, നമ്മുടെ ഇടപെടൽ ദൈവത്തെ പ്രയാസപ്പെടുത്തും. പിടികിട്ടിയല്ലോ? ബാക്ക് സ്ലൈഡിങ്ങിൻ്റെ റിസൾട്ട് ഇത് 3 എണ്ണമാണ്. 1, നമ്മൾ അനുഭവിക്കും. 2, നമ്മൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യും, സഭയെ ഹേർട്ട് ചെയ്യും. 3, നമ്മൾ ദൈവത്തെ ഉപദ്രവിക്കും. ഇനി ഞാൻ ഇതിൻ്റെ കാരണങ്ങളിലേക്ക് പോവുകയാണ്. കോസസ്. ബിക്കോസ് ഓഫ് ദെയർ ഇൻഡിഫറൻസ്. ഞാനിത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇൻഡിഫറൻസ് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്. എന്താണ് പിന്മാറ്റത്തിൻ്റെ കാരണം? ഇൻഡിഫറൻസ്. ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിസ്സംഗത. നിസ്സംഗത എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും വലിയ താല്പര്യമില്ല, കോട്ടുവായ കേട്ടിങ്ങനെ ചെയ്യും, ഒരു താല്പര്യമില്ല, അല്ലേ? അപ്പം ഇത് ഗൗരവമുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, എന്തോ കാര്യം. നിസ്സംഗത. 2, അനാസ്ഥ. ആത്മീക വിഷയങ്ങളിലെ അനാസ്ഥ, അല്ലേ? ചോറുണ്ടെന്ന കാര്യത്തിന് കാണിക്കുന്ന ഗൗരവം ആത്മീയ കാര്യത്തിന് കാണിക്കാറുണ്ടോ?
നമ്മൾ ഭൗതിക വിഷയങ്ങൾക്ക് കാണിക്കുന്ന കരച്ചിൽ ആത്മീക വിഷയങ്ങളിൽ കാണിക്കാറുണ്ടോ? പറയൂ. ഗൗരവം അല്ലേ? ഇപ്പം ജോലി കിട്ടിയില്ല എന്ന് നിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ എടുക്കുന്ന എഫർട്ടും, അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി അത്ര എഫർട്ട് എടുക്കുമോ? എടുക്കുകയല്ല. അതാരും അഭിഷേകം അതാരും ജോലി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. യേശുപ്പാ കരഞ്ഞു പ്രാർത്ഥിക്കും. രാത്രി മൊത്തം ഉറങ്ങാതെ പ്രാർത്ഥിക്കും. അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി കേട്ടോ, അറിഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞാണ് ഉറക്കം എണീച്ചത്. എന്താണ് കാര്യം? അതാണ് നിസ്സംഗത, അനാസ്ഥ. കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും കിട്ടി. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് അവസാനിക്കുക. ഉപേക്ഷ. പ്രാർത്ഥിക്കാൻ സമയം കാണോ? അത് സമയമില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ് അല്ലേ? അലംഭാവം. എല്ലാത്തിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് കേട്ടോ. വ്യത്യസ്ത ശരങ്ങളെന്നേ ഉള്ളൂ, അർത്ഥം ഒന്ന് തന്നെയാണ്. നമ്മുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കാണിക്കുന്ന ഉഷാറ് അടുത്ത ആളിന് വേണ്ടി പ്രാർത്ഥിക്കൂ. ആ ഉഷാർ വരുമോ നമുക്ക്? സ്തോത്രം. കർത്താവ് പറയുന്ന വാക്യം ഇതാണ്, യോഹന്നാൻ 8:43. എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തതെന്ത്? കർത്താവ് ചോദിക്കുക, നിങ്ങൾ എൻ്റെ ഭാഷണം, ഞാൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ ഗ്രഹിക്കാത്തതെന്ത്? എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായിക കൊണ്ടത്രേ. എന്താ മനസ്സില്ലായിക കൊണ്ടത്രേ. അതുകൊണ്ടാണ് നമുക്ക് ഈ പെട്ടെന്ന് വിടുതൽ നടക്കുന്ന സഭ വേണം. വിടുതൽ നടക്കുന്ന സഭ എന്ന് പറഞ്ഞാൽ അല്ലേ, കീബോർഡ് ഇറക്കുന്ന ഇരിക്കാൻ പറ്റില്ല, ഇങ്ങനെ മൂപ്പിച്ച് വിട്ടു കൊടുക്കണം. വിടുതൽ. മരിച്ച കുട്ടി എഴുന്നേറ്റു അല്ലേ? പിന്നെ കുറേ തള്ളുകളുണ്ട്. നമുക്കിത് ഇഷ്ടമാണ്. ജനത്തിനിത് ഇൻട്രസ്റ്റ് ആണ്. ഐ ഡോണ്ട് നോ വൈ. ജനത്തിനിത് ഇൻട്രസ്റ്റ് ആണ്. ഇതെല്ലാം പറ്റിക്കുന്നതാണ്. മലയാളികളാണ് ഇതിൽ ഏറ്റവും പ്രധാനം കേട്ടോ. പൊക്കം വയ്ക്കുന്ന മിഷ്യം വന്നെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചോണ്ട് കളയും. വെളുക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചോണ്ട് തൂപ്പ വെളുക്കത്തൊന്നുമില്ല. പോക്കറ്റ് കീറുന്നല്ല, എവിടെ വെളുക്കാനാ? ചുമ്മാ ഉള്ളത് മുഴുവൻ അവന്മാരോട് നമ്മുടെ കച്ചവടം ചെയ്യും. എല്ലാ ആൾക്കാരും മേടിക്കും. എന്നെ പറ്റിക്കുമെന്നും പറഞ്ഞ് ഇറങ്ങി നിൽക്കുകയാണ് ആൾക്കാർ. തട്ടിപ്പ് എല്ലായിടത്തും തട്ടിപ്പ്. മലയാളിയുടെ മുമ്പ് മുഴുവൻ വാർത്ത. എന്താ കാര്യം? ആർക്ക് ഈസിയായിട്ട് തട്ടിക്കാം. അതാണ് മലയാളി അല്ലേ? മലയാളിയുടെ കോട്ട. ഇത് ആത്മീയ കാര്യത്തിലും അത് തന്നെയാണ് മലയാളിയുടെ പ്രത്യേകത. വചനം കേൾക്കാൻ അവർക്ക് മനസ്സില്ല, താല്പര്യമില്ല. നമ്പർ 2, because of their rejection of biblical revelation, വചനത്തിലെ വെളിപ്പാടുകളോട് അവർക്ക് താല്പര്യമില്ല. വചന വെളിപ്പാടുകളോട് അവർക്ക് താല്പര്യമില്ല. 3 വാക്യങ്ങളാണ് നമ്മൾ നോക്കിയത്. 1 സങ്കീർത്തനം 19:1. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാകുന്നു അല്ലേ? ആകാശം പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുക? ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ സൃഷ്ടിച്ച നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നില്ല. നമ്മൾ പിറകോട്ട് പോവാണ്. നമ്പർ 2, Acts 14:17. നമ്പർ 3, Romans 1:19. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗങ്ങൾ പിന്നെ തൊടാതെ ഞാൻ പോകുന്നത്. കാരണം എനിക്ക് സെക്കൻഡ് പാസേജ് ഒരല്പം വിശദീകരിക്കേണ്ടതുള്ളതുകൊണ്ട്. അപ്പോൾ 1 നിസ്സംഗത, അലംഭാവം, താല്പര്യമില്ലായ്മ. താല്പര്യമില്ലാതെ ഒരു വക നടക്കുകയില്ല. വിദ്യാഭ്യാസം താല്പര്യത്തോടുകൂടി ചെയ്തു നോക്കിയേ, 100% വിജയിക്കും. ഇത് ആരാൻ അടിക്കുന്നതിന് വേണ്ടി കരയുന്ന പിള്ളേരുണ്ട്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അവർ സ്വന്തമായിട്ട് പഠിക്കണമെന്ന് തീരുമാനിക്കുന്ന പിള്ളേരുണ്ട്. അവരെ നമുക്ക് എളുപ്പമാണ്. സ്തോത്രം. അപ്പോൾ ആ മൈൻഡ് വരണം, അതിൻ്റെ സുബോധം വരിക എന്ന് പറഞ്ഞാൽ ആ മൈൻഡ് വന്നു കഴിഞ്ഞാൽ എത്ര കഠിനമേറിയതും പഠിക്കാനും ജയിക്കാനും നമുക്ക് കഴിയും. സ്തോത്രം. അതിന് നമുക്ക് മൈൻഡ് വരണം. മൈൻഡ് നമ്മുടേലാണ്. ആ മൈൻഡ് ട്യൂണിംഗ് ആണ് വളരെ പ്രധാനം. അതുപോലെ വെളിപ്പാടുകൾ, എന്താ വചനത്തിലുള്ള വെളിപ്പാടുകളെ നിരസിക്കുക. നമ്പർ 3, because of disobeying their own conscience, മനസ്സാക്ഷിയെ അനുസരിക്കാതിരിക്കുക. റോമൻസ് 2:14 തൊട്ടൊന്ന് വായിക്കാമോ? റോമൻസ് 2:14 തൊട്ട്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്തിൽ ചെയ്യുമ്പോൾ, ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്തിൽ ചെയ്യുമ്പോൾ, ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം ആകുന്നു.
അപ്പൊ അവര് സ്വഭാവത്താൽ ചെയ്യുകയാണ്. വായിക്കേ. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു. കണ്ടോ, മനസാക്ഷി സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. കണ്ടു. അപ്പൊ അവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടി അവരുടെ മനസാക്ഷി സാക്ഷ്യം പറയും. നമ്മുടെ മനസാക്ഷി എന്ത് പറയുന്നു? നമ്മൾ കൊള്ളാന്ന് പറയുന്നോ മോശം എന്ന് പറയുന്നോ? നമ്മുടെ മനസാക്ഷി എന്ത് പറയുന്നു? ഈ പോക്ക് മതി, ഇതൊക്കെ കൂടിപ്പോയി കേട്ടോ, ഇച്ചിരി കുറയ്ക്കണം. എന്ത് ആത്മീകം അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ നമ്മുടെ മനസാക്ഷി? വാസ്തവത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസാക്ഷി നല്ല മനസാക്ഷിയാണ്. നമ്മൾ അതിനെ കുളമാക്കിയതാണ്. നമ്മുടെ ആരുടെയും മനസാക്ഷി ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. മനസാക്ഷിയെ തള്ളി മാറ്റിയിട്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. മനസാക്ഷി നമ്മുടെ അടുത്ത് പറയും അത് ചെയ്യരുത് കേട്ടോ. അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് കൂടി സപ്പോർട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പാപം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവരെ രണ്ടുപേരെയും തള്ളി മാറ്റിയിട്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് അറിഞ്ഞോ അറിയാതെ ചെയ്ത പാപങ്ങൾ അറിയാതെ ആർക്കും ചെയ്യാൻ ഒക്കില്ല. അറിയാതെ നിങ്ങൾ ചോറ് കഴിച്ചിട്ടുണ്ടോ ഇതുവരെ? അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ചുമ്മാ അറിയാതെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിതൊക്കെ അറിയാം. അറിയാതെ നമ്മൾ ആരും ചെയ്യില്ല. നമ്മൾ കരുതി കൂട്ടിയാണ് ചെയ്യുന്നത്. സ്വതന്ത്രം. അത് മനസാക്ഷിയെ തള്ളി മാറ്റി നിങ്ങൾ പുറകോട്ട് മാറിയാൽ വിഷമിക്കേണ്ടി വരും. മനസാക്ഷി നോക്കാതെ മുടിയമ്പൂത്തിരൻ അപ്പൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു എനിക്ക് തരാൻ പറഞ്ഞു. അപ്പം കൊടുത്തു. മനസാക്ഷി പറഞ്ഞത് ഒന്നും കേൾക്കാതെ അവൻ എവിടം വരെ പോയി? പന്നിക്കൂട് വരെ പോയി. അവിടെ ചെന്നിട്ട് പുള്ളിക്ക് പെട്ടെന്ന് സുബോധം വന്നു. മനസാക്ഷി ഓണായി. അവൻ തിരിച്ചു വരിക. അപ്പൊ മനസാക്ഷി നമ്മളോട് സംസാരിക്കും. നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ നമ്മൾ ഇരിക്കണം, എങ്ങനെ ജീവിക്കണം, മനസാക്ഷി സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതിനെ തള്ളി മാറ്റിയിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ പരാജയപ്പെടും നിശ്ചയം. But because of disobeying their own conscience, സ്വതന്ത്രം കോൺഷ്യൻസ്, മനസാക്ഷിയെ അനുസരിക്കാതിരിക്കുക. Number 4, because of the relationship to the world, ലോകത്തോടുള്ള നമ്മുടെ ബന്ധം. ഇത് രസമാണ് കേട്ടോ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് ഒന്ന് പോകാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. നിങ്ങൾ പണ്ടൊക്കെ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കണ്ടോ? ആ വാക്കുകളുണ്ടോ? അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. നിങ്ങൾ ഇതിന്റെ കീഴിലാ പണ്ട് നടന്നത്. നമ്മൾ പണ്ടല്ല, ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ നടക്കുന്നത് അല്ലേ? ലോകത്തിന്റെ കാലഗതി അനുസരിച്ചാണോ നമ്മൾ നടക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണോ നമ്മൾ നടക്കുന്നത്? നമ്മുടെ കാലഗതി ഏതാ? രണ്ടിന്റെയും മദ്യം എന്ന് പറഞ്ഞാൽ രണ്ടും തൊടുകല. അപ്പൊ തോന്നിയാസം അല്ലേ? എന്ത് പറ്റി? ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ചുമല്ല, പരിശുദ്ധാത്മാവിനുമല്ല. സാറ് പറഞ്ഞ പോലെ രണ്ടിന്റെ ഇടയിൽ കൂടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ തോന്നിയാസം. അപ്പൊ പിശാചിന് പോലും ഗണിക്കാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യുമെന്ന്. മറ്റു ലോകത്തിന്റെ കാലഗതിക്കാണ് പോകുന്നത്. നമ്മൾ ഏത് വണ്ടിയിൽ പോകുന്നെന്ന് അറിഞ്ഞാൽ നമുക്ക് എപ്പോൾ എത്തുമെന്ന് അറിയാം. ഇങ്ങനെ ഒരു വണ്ടി ഇല്ലാതെ പോയാലോ അല്ലേ? ശതാബ്ദി പോകുന്നെങ്കിൽ നമുക്കറിയാം എപ്പോൾ എത്തുമെന്ന് അല്ലേ? പിന്നെ ഏതാ ഉള്ളേ? ഏറനാടി പോയാൽ എപ്പോൾ എത്തുമെന്ന് അറിയാം. ഇങ്ങനെ ഇതിലൊന്നല്ല, സ്വന്തം കാറിലാ പോയാൽ ചിലപ്പോൾ ഇങ്ങനെ അപ്പുറത്തോട്ട് തിരിച്ചു വരും. നമുക്കറിയാം നോക്കൂല ഇങ്ങനെ എങ്ങോട്ട് പോകുന്നു, എങ്ങോട്ടും വെക്കളയും. അതാണ് ഇപ്പൊ നമ്മുടെ രീതി. അതിനെ പറയാം. എന്താ സിമ്പിളായിട്ട് പറയുന്നത് നോക്കിയേ. അവയിൽ നിങ്ങൾ മുമ്പേ ലോകത്തിന്റെ കാലഗതിയെയും കണ്ടോ. നമ്മൾ നടക്കുന്ന ഓരോന്നും ലോകർ നടക്കുന്നത് പോലെ ആണെങ്കിൽ നമ്മൾ ആത്മീയരെന്ന് പറയാൻ പറ്റില്ല. 2, ആകാശത്തിലെ അധികാരം, അത് പിശാചിനെ സൂചിപ്പിക്കുന്നത്. 3, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന. എന്താ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന? നമുക്ക് അനുസരണക്കേടാണോ അനുസരണമാണോ എന്ന് ഓർത്താൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഒരു പ്രശ്നം, നമുക്ക് തോന്നും പോലെ ജീവിച്ചിട്ട് കർത്താവ് പറഞ്ഞ പോലെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് നമ്മൾ അടിച്ചു കളയും. അതാണ് ഇതിന്റെ പരുവക്കേട്. ഉറങ്ങരുത്, എല്ലാവരും ഉണർന്നിരിക്കണേ. പാട്ട് പാടണേ പാടാം, ഇടയ്ക്ക് പാടിത്തരാം. ഞാൻ പാട്ടൊക്കെ അറിയാം, എനിക്ക് സാരമൊന്നുമില്ല. സ്തോത്രം. അടുത്ത വാക്കുണ്ടോ? അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ, അത്ര മനോഹരം നോക്കിയേ, ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും
മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. നമ്മൾ മിണ്ടാതിരിക്കുന്നത് എന്താ? നമ്മൾ മുമ്പേ അല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. എന്താ പൗലോസ് മുമ്പേ എന്ന് എഴുതി വച്ചിരിക്കുന്നത്? മുമ്പേ ഒന്നുമല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. ആ വാക്കുകളുടെ മൂർച്ച നിങ്ങൾ കണ്ടോ? ജഡമോഹങ്ങളിൽ. നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതല്ല, നമ്മുടെ ലൈഫ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെല്ലാം ജഡമോഹത്തിലാണ്. ജഡമോഹത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന്റെ ബാക്കിൽ നമുക്ക് ജഡമോഹമാണ്, അല്ലേ? നമ്മളെല്ലാ കാര്യത്തിലും ഡിസൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എന്താ പറയാ, ഇപ്പൊ പഠിക്കാൻ വേണ്ടി ഒരു കോഴ്സ് എടുക്കണം. അത് സമൂഹത്തെ സേവിക്കാനോ നമ്മുടെ എന്താ പറയാ ടാലന്റ് കൊണ്ടോ ഒന്നുമല്ല. കൂടുതൽ ശമ്പളം കിട്ടുന്ന, കൂടുതൽ പൈസ ഒപ്പിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. എന്തിനാണ്? ചുമ്മാ കൂടുതൽ പൈസ ഒപ്പിക്കാൻ വേണ്ടി, അല്ലേ? അതുപോലെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന നമ്മൾ പെണ്ണിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ? ശരി, ഇങ്ങനെ വേണം, മൂക്ക് ഇങ്ങനെ ഇരിക്കണം, അതിന് കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിലേ ഉള്ളൂ. ഇതെല്ലാം ഒത്തു വരണ്ടേ, അല്ലേ? ഇതിന്റെ എല്ലാം പിറകിലെ ലക്ഷ്യം എന്താ? ജഡമോഹങ്ങളിൽ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത്. കാവ്യമാധവന്റെ മൂക്ക് വേണം, അല്ലേ? പിന്നെ ആരൊക്കെയാണുള്ളത്? ആരുടെയൊക്കെ ചെവി വേണം, ആരുടെയൊക്കെ നെറ്റി വേണം, ആരുടെയൊക്കെ മുടി വേണം. ഇങ്ങനെ പുള്ളി മനോവികാരങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഇപ്പോൾ തന്നെ. കർത്താവിന്റെ ഊപ്പാട് വരൂലേ? ഇതെവിടെ ഒപ്പിച്ചോണ്ട് വരും? ഇനി അങ്ങനെ ഒരെണ്ണത്തിനെ കിട്ടിയാൽ തന്നെ ആ കുട്ടിക്ക് ഒരു ചിന്ത കാണില്ലേ? സ്തോത്രം, അല്ലെ? പണ്ടൊരിക്കലും എൻ്റെ അടുത്ത് ആരും ഇതുപോലെ പറഞ്ഞു, ഇതുപോലെ നമുക്കങ്ങനെ വേറെ പ്രത്യേകിച്ചതൊന്നും ഇല്ല പാസ്റ്ററെ, അങ്ങനെയൊന്നുമില്ല, നമുക്കൊരു കുട്ടി വേണമെന്നേ ഉള്ളൂ, അല്ലെ? പിന്നെ അവൻ പറഞ്ഞ ഇച്ചിരി കാണാൻ കൊള്ളാതിരില്ലായിരിക്കണം, അല്ലേ? അല്ലെ? അമ്മയുടെ അഭിപ്രായത്തിൽ അടുക്കളപ്പണി എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. ശരിയാ, അടുക്കളപ്പണി അറിയാത്ത പെങ്കൊച്ചിനെ കെട്ടിക്കൊണ്ടുവന്നിരുന്നത്. പിന്നെ അവന്റെ പെങ്ങള് പറയുന്നത് ഇച്ചിരി വിദ്യാഭ്യാസം വേണം. പിന്നെ അപ്പന്റെ അഭിപ്രായത്തിൽ പിള്ളേർക്ക് എന്തെങ്കിലും വേണ്ടേ പാസ്റ്ററെ ജീവിക്കാൻ? 4 ആയേ, അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കൊച്ചുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എവിടെ ഇരുന്നാ പറഞ്ഞെന്ന് എനിക്ക് ഇന്നും ഓർമ്മയില്ല. അങ്ങനെ ഒരു കൈവരിയിലിരിക്കുകയാണ്, ഞാൻ അടുത്ത് നിൽക്കുകയാണ്. പക്ഷെ എൻ്റെ അടുത്ത് നിൽക്കുന്ന പാസ്റ്റർ എടുത്താ പറയുന്നത് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചാടി വേണ്ടി പറഞ്ഞു, ഒരു പെങ്കൊച്ചുണ്ട്, പെങ്കൊച്ചിന് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ചെറുക്കൻ അപ്പനും അമ്മയും പാടില്ല. അയാൾ എവിടെ കൂടെ പോയതില്ല ഇതുവരെ. പിന്നെ പെങ്കൊച്ചിന് ഒരു ഡിമാൻഡ് പറയാമല്ലോ, ഇങ്ങനെ പറഞ്ഞ 4 ഡിമാൻഡും ആവാം. എന്തെല്ലാം കഷ്ടപ്പാടുകളാണ്, അല്ലേ? അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തതും ജഡമോഹങ്ങളിൽ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ നമ്മൾ പോക്കാണ്. പ്രകൃതിയാൽ നമ്മൾ പോക്കാണ്. നിത്യത ചെന്നെത്തുക, അതിന് കൂട്ടിന് നമുക്കൊരു കൂട്ടാളി ഉണ്ടാവുക. അത് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം എല്ലാം നമുക്ക് വേണമായിരിക്കും കേട്ടോ, അല്ലേ? അത്യാവശ്യം ആരോഗ്യം വേണം, മുഖസൗന്ദര്യം വേണം, അതൊക്കെ നിങ്ങൾ ഡിപ്പെൻഡ് ഓൺ യു. പിന്നെ ഈ സാധനം എല്ലാം പോകാൻ ഒരുപാട് നേരം വേണ്ടെന്നുള്ളതോടെ അറിഞ്ഞിരിക്കണം, അല്ലേ? നല്ല നീളമുള്ള മുടിയുള്ളതിനെ കെട്ടിക്കൊണ്ടുവന്ന് നിങ്ങളെ വീട്ടിൽ വന്ന് പൈപ്പ് വെള്ളത്തിൽ കുളിച്ചെല്ലാം തറ കിടക്കുന്നു. പിന്നെ പണിവാളില്ലേ, അല്ലേ? നല്ല പല്ലൊക്കെ ഉള്ളതിനെ കെട്ടിക്കൊണ്ടുവന്ന് നിങ്ങളെ വീട്ടിലെ പേസ്റ്റ് കൊണ്ടുവന്ന് തേച്ചപ്പോഴത്തേക്ക് 2 പല്ല് പോയി. ഒരെണ്ണം പോയാൽ മതി, പണിവാളി, അല്ലേ? അല്ലെങ്കിൽ ബൈക്കിൽ നിന്ന് താഴെ പോവുകയോ കട്ടിൽ നിന്ന് താഴെ പോവുകയോ മോന്തായും ചെന്ന് എവിടെയെങ്കിലും തട്ടി ഒരു പല്ല് പോയാൽ പണിവാളി. നിങ്ങൾ ഈ നോക്കിക്കൊണ്ടുവന്ന സാധനം പോവും. സ്തോത്രം. ബാക്കിയൊന്നും പറഞ്ഞ് നിങ്ങളിപ്പോൾ വിഷമിപ്പിക്കുന്നില്ല, ആരും വിഷമിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. വരുമ്പോൾ എല്ലാം ഇങ്ങനെ ആയിപ്പോകും, എന്തോ ചെയ്യാൻ ഞാൻ. സ്തോത്രം. അപ്പോ ബിക്കോസ് ഓഫ് ദ റിലേഷൻഷിപ്പ് ടു ദ വേൾഡ്, ലോകത്തോടുള്ള നമ്മുടെ ബന്ധം, നമ്മൾ എല്ലാ കാര്യം ഡിസൈഡ് ചെയ്യുമ്പോ ലൗകികര് ഡിസൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ വാഹനം കണ്ടാൽ ആത്മീകനാണോ ലൗകികനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റണം. നമ്മുടെ വസ്ത്രധാരണം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം ലൗകികനാണോ ആത്മീകനാണോ എന്ന്, അല്ലേ? എല്ലാത്തിനും ഒരു എന്താ പറയാ, ഒരു ഐക്കൺ ഉണ്ട്. ഒരാളെ കണ്ടാൽ ആൾക്കാർക്ക് അറിയാം, അല്ലേ? ഒരാളെ കണ്ടാൽ കൃത്യമായിട്ട് അറിയാം.
ഒരാൾ ഒരുങ്ങി റോഡിൽ നിൽക്കുന്നത് കണ്ടാൽ ആൾ ഏത് റേഞ്ചിലുള്ളതാണെന്ന് അറിയാം ഇല്ലേ? ഞാൻ ടീഷർട്ട് ഇട്ടിട്ട് പോയാലും എന്നെ ആൾക്കാർ പാസ്സായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. എനിക്കറിയൂടാ. ടീഷർട്ട് ഇട്ടിട്ട് പോയാലും ആൾക്കാർ പാസ് ആയെന്നേ വിളിക്കുള്ളൂ. അല്ലേ? അതങ്ങനെ പോലീസുകാർ വഴിയിൽ നിർത്തിയാൽ അവർക്ക് കണ്ട ഉടനെ മുഖം കാണുമ്പോൾ അവർക്കറിയാം. ആയിടൊന്നോ മീശ ഇല്ലാത്തതുകൊണ്ടല്ല, മീശ ഇല്ലാത്ത എല്ലാവരും അങ്ങനെ കൺസിഡർ ചെയ്യൂല. അല്ലേ? അത് നമ്മൾ ചെന്ന് നിൽക്കുന്ന കാണുമ്പോൾ അറിയാം. അല്ലേ? അപ്പൊ ഇത് നമ്മൾ ശരിയായി ഗൗരവത്തോടെ നമ്മൾ തിരിച്ചറിയണം. ചില പറഞ്ഞാൽ ഞങ്ങളുടെ സമൂഹം മോശമായി പെരുമാറുന്നു. എന്തോ ഒരു പരുവക്കടനകത്തുണ്ട്. ഒന്നിലൊരു പിശാചുണ്ട്. പണ്ടെൻ്റെ കോളേജിലൊരു പെങ്കൊച്ച് പഠിക്കാൻ വരുമായിരുന്നു, പഠിച്ചിരുന്നു. അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് അവളുടെ പിശാചൊക്കെ മാറി, അവൾ ഗുണം പിടിച്ചു, ശരിയായി. അപ്പോൾ പിന്നീട് നമ്മൾ ഇതിൻ്റെ സമ്മാൻ സബ്സ്റ്റൻസ് ചോദിച്ചാൽ, അവൾ ആത്മഹത്യക്ക് ഒരുങ്ങിയിരുന്നൊരു കൊച്ചാണ്. സമ്മാൻ സബ്സ്റ്റൻസ് ചോദിച്ചാൽ ഇവളെ ഒരു ടൂറിന് പോയി, ഒരു സ്ഥലത്ത് ടൂറിന് പോയി. 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ടൂറിന് പോയപ്പോൾ ഒരു നഗ്ന വിഗ്രഹത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അവൾ ഫോട്ടോ എടുത്തു. അപ്പോൾ ഒറ്റ ക്ലിക്കിൽ ആ പിശാച് അവളുടെ അകത്ത് കയറി. അതുകൊണ്ടോ, അത് മോഹിനി എന്ന് പറഞ്ഞൊരു പിശാചാണ്, മോഹിനി. ആ പിശാച് അകത്ത് കയറി. ഈ കൊച്ചു നാട്ടിൽ വന്നു. നാട്ടിലെ ശിവനോ ആരോ ആയിട്ട് ഇവർ തമ്മിൽ കമ്പനിയായി. ഇവളെ ആർക്ക് കണ്ടാലും പ്രേമം വരും. പ്രേമമല്ല, കാമം വരും. ചുരുക്കി പറഞ്ഞാൽ അവള് സെക്സ് റാക്കറ്റിൽ ചെന്ന് പെട്ടു. അവിടെ നിന്നാണ് കോളേജിൽ വരുന്നത്, അവിടെ നിന്നാണ് മരിക്കാൻ ഒരുങ്ങുന്നത്. പിന്നെ ഞങ്ങളെ കൂടെ പിടിച്ചിട്ട് പ്രാർത്ഥിച്ചും കൗൺസിലിംഗ് ചെയ്ത് ഈ സാധനം എല്ലാം കൂടെ വെളിയിലെടുത്ത കാര്യമാണ് ഈ പറയുന്നത്. ഒറ്റ ടൂർ പോയതാണ്, ഒരു വിഗ്രഹത്തിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നതാണ്, ഒറ്റ ഫോട്ടോ. അപ്പൊ നമ്മൾ ഈ വിഗ്രഹത്തിന് മുമ്പ് കുഴപ്പമുണ്ടോ? ഐ ഡോണ്ട് നോ. സാധനം കയറി. ആ പെണ്ണ് അനുഭവിച്ച ചില്ലറ കളിയൊന്നുമല്ല. പിശാചികളൊക്കെ ഒന്നും ഒരു രക്ഷയിലെ തിളക്കമാണ്. ലാസ്റ്റിലാണ് ഈ പിശാചി വെളി വരുന്നത്. അപ്പൊ അവള് പറഞ്ഞ വർത്തമാനാണ്, ഞാനൊരുത്തന്നെ നോക്കിയാൽ അവൻ വീണിരിക്കും. ആ കണ്ണിനകത്ത് ആ പവറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് പിശാചാണ്. മനസ്സിലുണ്ടോ? അപ്പൊ അവളുടെ കണ്ണിൽ കൃത്യമായിട്ട് ഒരുത്തൻ നോക്കിയാൽ അവളുമായി ലൈംഗിക ബന്ധം ചെയ്യാതെ അവൻ പോവില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു പിശാച് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ച് മാറ്റിയേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ശരിക്കും നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകത്തിലെ പിശാച് നമ്മുടെ അകത്തില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എഫീസിയൻസ് 2:2 പറയുന്നത് നിങ്ങളെ ലോകത്തിന്റെ കാലഗതികളിൽ നിന്ന് വീണ്ടെടുത്തു. അപ്പൊ ഇവിടെ ഫുൾ റെസ്പോൺസിബിലിറ്റി കർത്താവിനാണ്. വീണ്ടെടുത്തു. നമ്പർ 2, യാക്കോബ് 4:4 പറയുന്നത് രണ്ടുപേർക്കും ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന് നമുക്ക് ഉത്തരവാദിത്തമുള്ള ഒരു വാക്യമാണ്. വ്യഭിചാരിണികളായുള്ളോരേ, യാക്കോബ് 4:4, വ്യഭിചാരിണികളായുള്ളോരേ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അല്ലേ? വ്യഭിചാരിണികളായുള്ള ലോകസ്നേഹം. അപ്പൊ നമ്മുടെ ബോഡി നമ്മളെ കണ്ടാൽ അറിയാം നമ്മൾ ലൗകികരാണോ ആത്മീയരാണോ. അതെല്ലാവർക്കും അറിയാം കേട്ടോ. അതാ നമ്മുടെ മുടിവെട്ട് എങ്ങനെ ഇരിക്കണം, നമ്മുടെ പാൻ്റ് ഇടൽ എങ്ങനെ ഇരിക്കണം, നമ്മുടെ കുപ്പായം എങ്ങനെ ഇരിക്കണം, നമ്മുടെ പുരികം എങ്ങനെ ഇരിക്കണം, ഇതെല്ലാം പ്രധാനം. നമ്മുടെ നോട്ടം, നമ്മുടെ വർത്തമാനം, എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ആഭരണമൊക്കെ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ വളരെ ഗൗരവത്തോടെ അറിയേണ്ടത്, നിങ്ങൾ ലോകസ്നേഹം ദൈവത്തോട് ശത്രുവാണ്. അപ്പൊ ലോകത്തോട് നമുക്ക് അത്ര അധികം അടുപ്പമാണ്, അത് വിടാൻ പറ്റില്ല. സ്തോത്രം. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കൊച്ചിനെ കൗൺസിലിംഗ് ചെയ്യണം. ആ കൊച്ച് ഭയങ്കര ഫോൺ വിളിയാണ്, പലരുമായിട്ടും ഇങ്ങനെ ബന്ധപ്പെടുന്നു. ഒക്കെ പെട്ടെന്ന് കല്യാണം അറേഞ്ച് ചെയ്യാണ്, കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. ഈ അസുഖം മാറാതെ കല്യാണം കഴിച്ചിട്ട് കാര്യം എന്താണ്? അപ്പൊ മൂപ്പരുടെ വിചാരം കല്യാണം കഴിച്ച പ്രശ്നം മാറുമെന്നാണ്. മാറൂല. ഇത് രക്തത്തിൽ അലിഞ്ഞ പ്രശ്നമാണ്. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഇവളഴിച്ചിരുന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? അപ്പോഴത്തേക്ക് അവൾ ഗർഭാവസ്ഥയാവും, തിരിച്ചിവിടെ കൊണ്ട് വിട്ടു കൊടുക്കും, കൂനുമേ കുരുവാവും. അപ്പൊ ആദ്യം ഈ സാധനം വെളിയിറങ്ങണം, ഈ പിശാച് വെളിയിറങ്ങണം, അല്ലേ? ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അടുത്ത് പറഞ്ഞോ, ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവാണ്. കണ്ടോ? അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ശത്രുവായിട്ടിരുന്നും കൊണ്ട് ദൈവമക്കളാണെന്ന് അഭിമാനിക്കാൻ ശ്രമിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതെല്ലാ മേഖലയിലും നമ്മൾ വ്യത്യാസം പ്രതീക്ഷിക്കുന്നത്.
നമ്മൾ കുറെ കാലമായി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കുറെ കാലമായി എത്ര വ്യത്യാസമുണ്ട്. ഇപ്പോഴും വചനം വായനയില്ല, ഇപ്പോഴും പ്രാർത്ഥനയില്ല, ഇപ്പോഴും ആത്മീയ ജീവിതമില്ല, ഇപ്പോഴും വസ്ത്രധാരണത്തിൽ വ്യത്യാസം വന്നില്ല, ഇപ്പോഴും വർത്തമാനത്തിൽ വ്യത്യാസം വന്നില്ല, ഒന്നിലും വ്യത്യാസം വന്നില്ല. പിന്നെന്ത് വ്യത്യാസം? പിന്നെന്ത് ആത്മീയത? കുറച്ച് പ്രായമാകുന്നതനുസരിച്ച് സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരും. അത് വലിയ കാര്യമൊന്നും ആക്കണ്ട. നമ്മൾ അന്ന് ആ രീതിയിൽ ജീവിച്ചു. അതിൻ്റെ എന്താ പറയാ, കാലം മാറിയതനുസരിച്ച് സ്വഭാവം മാറി എന്ന് പറയുന്നത് ആത്മീകമായിട്ടൊന്നും കണക്കാക്കണ്ട. ആത്മീകം എന്ന് പറയുന്നത് ആരോഗ്യമുള്ളപ്പോഴുള്ള വ്യത്യാസമാണ്. ദാനിയേലിന് എല്ലാം ഓക്കെ, ടേബിളിന്റെ പുറത്ത് എല്ലാ ഫുഡും ഇരിപ്പുണ്ട്. പുള്ളി പറയുക, എനിക്ക് തിന്നാൻ ദൈവം അനുവദിക്കാത്തത് ഈ മേശയിൽ ഇരിപ്പുണ്ട്, എനിക്ക് വേണ്ട, ഈ മേശയിൽ ഒന്നും വേണ്ട. എന്താ കാര്യം? രാജാവ് കൊടുത്തിരിക്കുക ഫുഡ്. എന്തൊക്കെയുണ്ട്? പന്നി ഇറച്ചി, പന്നി ഫ്രൈ, പിന്നെ കാക്ക, പിന്നെ എന്താ ഓന്ത്, എല്ലാത്തിൻ്റെയും പല ഐറ്റം വ്യത്യസ്ത ഡിഷസ് ഇങ്ങനെ നിരന്നിരിക്കുക. യഹൂദനാണെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ട്, ഇതനുസരിച്ച് തിന്നാനൊക്കെ ഉള്ളൂ. കുളമ്പ് വളരാത്തത് തിന്നാൻ പറ്റില്ല, അയവട്ടാത്തത് തിന്നാൻ പറ്റില്ല. അവന് കുറെ ലിസ്റ്റ് ഉണ്ട്. അവൻ നോക്കിയപ്പോൾ ഇത് ശരിയാവുമല്ല. അപ്പൊ കൂടെ ഇരുന്ന് സഹോദരന്മാർ പറഞ്ഞു കൊടുത്തു, എടാ പന്നി കഴിക്കല്ലെന്നല്ലേ പറഞ്ഞു കൊടുത്തു, ഇച്ചിരി ചാറ് കൂട്ടുന്നതിന് എന്താ കുഴപ്പം? ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ബുദ്ധിയോടുകൂടി ചാറ് ഇച്ചിരി ഇട്ടോ, അല്ലേ, ചെറിയ കഷ്ണമായാലും വേണ്ടുകല, അല്ലേ, വലിയ കഷ്ണം. പുതിയ നിയമത്തിൽ പന്നിയൊക്കെ കഴിയാൻ കേട്ടോ, ഞാൻ ഈ പഴയ നിയമത്തിലെ കാര്യം പറയുന്നേ. പുള്ളി തീരുമാനം എടുത്തു, രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കഴിക്കുന്ന വീഞ്ഞു കൊണ്ടും ഞാൻ എന്നെ അശുദ്ധമാക്കുകയല്ല. എല്ലാം ടേബിളിൽ ഇരിക്കുമ്പോഴാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തീരുമാനമെടുക്കാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ ഞാൻ ആഹാരം കഴിക്കില്ല. തീരുമാനം എടുക്കുന്ന അർത്ഥമല്ല, അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ. അങ്ങനെ വിളിച്ചവിടെ ഇരുത്തിയതിന് ശേഷം തീരുമാനം എടുത്താൽ ഇറ്റ്സ് ഫൈൻ, അല്ലേ? നമ്മളെങ്ങനാ, നമ്മൾ വലിയ തീരുമാനമൊക്കെ എടുക്കും, ഒരിക്കലും ആവശ്യമില്ലാത്ത തീരുമാനം, അല്ലേ? ആവശ്യമുള്ള തീരുമാനം പറയണം, അല്ലേ? രണ്ടുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കണം, രണ്ട് വീടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം. എനിക്കിനിപ്പോൾ അത് പറയാം, കാരണം എനിക്കൊരു വീടേ ഉള്ളൂ. പക്ഷെ 2 കാറുള്ളവൻ ഒന്ന് കൊടുക്കണമെന്നുള്ളത് എനിക്കിപ്പോൾ തൽക്കാലം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ കൊച്ചു കൊച്ചു സൂത്രങ്ങൾ നമ്മൾ പഠിക്കണം. ഞാൻ പറഞ്ഞത് ഗ്രഹിക്കുന്നുണ്ടോ? നമ്മളത് അറിയണം. നമ്മുടെ വളർച്ച, ആത്മീക വളർച്ച ഏത് റേഞ്ചിലെത്തി എന്ന് നമ്മൾ അറിയണം. ജോസഫ് എല്ലാ സൗകര്യം പാപജ്ഞാനം ഒത്തു നിൽക്കുകയാണ്, ഓടുകയാണ് മുണ്ടും കളഞ്ഞിട്ട്. കണ്ടോ? പാപജ്ഞ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ജോസഫിനെ പോലെ ഞാൻ ജീവിക്കും, അതിൽ കാര്യമൊന്നുമില്ല. സംഭവം ഒത്തു വരട്ടെ. സംഭവം ഒത്തു വരുമ്പോൾ നിങ്ങൾ എവിടെ കൂടെ ഓടുന്നു എന്നുള്ളതാണ് വിഷയം. ഞാൻ പറഞ്ഞെല്ലാം മനസ്സിലായി കാണുമെന്ന പ്രത്യാശയോടെ, അല്ലേ? മൊത്തം ഇങ്ങനെ നല്ല അന്തരീക്ഷമാണ്, അല്ലെ? വളരെ ശാന്തരും നല്ല സ്വഭാവമുള്ള ദൈവമക്കളാണ്. ഓക്കെ. 3 First John chapter 2 verse 15. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഇപ്പൊ നമ്മളെ കണ്ടാൽ അങ്ങനെ സ്നേഹിക്കുന്നെന്ന് തോന്നുന്നു, ഇല്ലെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ കരിയൊക്കെ വരച്ച്, മുടിയൊക്കെ ഒരു പ്രത്യേക രീതിയിലിട്ട്, ചെരുപ്പൊക്കെ ഒരു പ്രത്യേക പൊക്കത്തിനിട്ട്, ചുരിദാറൊക്കെ കീറി നമ്മൾ പോകുന്ന പോക്ക് കണ്ടാൽ ശൈത്താൻ പോലും ഞെട്ടിപ്പോവും. മനസ്സിലാകുന്നുണ്ടോ? നാട്ടുകാർക്ക് നമ്മളെ കാണുമ്പോൾ നമ്മൾ ആരെന്നുള്ള ബോധം വേണം. നമ്മൾ ജോലി ചെയ്യുന്ന ആപ്പീസില് പ്രശ്നമുള്ളവനെ നമ്മളെ കണ്ടാൽ പ്രാർത്ഥിക്കാൻ പറയാൻ തോന്നണം. മറ്റേ നമ്മുടെ നിപ്പ് കണ്ട എന്തു പറയാൻ അയാള്, അല്ലേ? നമ്മളെ കാണുമ്പോൾ അവർക്ക് പറയാൻ പറ്റണമെന്ന് ഇത് ദൈവപുരുഷനാണെന്നും ഇത് ദൈവ മകളാണെന്നും എൻ്റെ വിഷയം ഇവരോട് പറഞ്ഞാൽ പരിഹാരം ഉണ്ടാവുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പണക്കിന് നമ്മൾ ജീവിക്കണം. സ്തോത്രം. ബാക്കിങ്ങൾ വിടിയിട്ടല്ലോ, ഇത്രയും മതി, വിഷമം വേണ്ട. അപ്പൊ നമ്മുടെ ലോകത്തോടുള്ള ബന്ധം കാരണമാ നമുക്ക് ബാക്ക് സ്ലൈഡിങ് വരുന്നത്, പിന്മാറ്റം വരുന്നത്. എരച്ച് കയറിയാലേ കയറുള്ളൂ, കയ്യിൽ നിന്ന് കളയേണ്ടതൊക്കെ കളഞ്ഞാലേ കയറുള്ളൂ. കയ്യിൽ വെച്ചുകൊണ്ട് കയറാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും പറ്റത്തില്ല, അല്ലേ? നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണോ കൊണ്ടുപോകാം. ഒരു 407 വിളിച്ച് സാധനം നിറച്ച് കൊണ്ടുപോയാലും തെറ്റൊന്നുമില്ല. പണ്ടൊക്കെ ആൾക്കാർ അങ്ങനെ പോകുന്നത്, വണ്ടി നിറച്ച ആൾ പോകും, യാത്ര അയക്കാൻ പോകുന്നത്. എനിക്കറിഞ്ഞൂടാ, ഞാൻ മിക്കവാറും ബൈക്കിലാണ് പോകുന്നത്, തിരിച്ച് ഓട്ടോറിക്ഷയിലും വന്നിട്ടുണ്ട്. ഇതിൽ കാര്യമൊന്നുമില്ല. പക്ഷെ ആൾക്കാർ എങ്ങനെയല്ലോ, ആൾക്കാർ ഗൾഫിന് പോകുന്നു, 2 വണ്ടി പിടിക്കുക, ഒരു ടൂറിസ്റ്റ് ബസ്സൊക്കെ പിടിച്ചാണ് ആൾ വരുന്നത്, അല്ലേ? നിങ്ങൾക്ക് എത്ര പേരെ കൊണ്ടുപോയാലും കുഴപ്പമില്ല. പക്ഷേ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് ഗേറ്റിന് വെളി വരെ പോകാനൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ ഒരുപാട് കൂട്ടം കൂടിയൊന്നും നിൽക്കാനൊക്കെ ഇല്ല, അവന്മാർ കാണിച്ച് ഓടിക്കും.
പിന്നെ അകത്തോട്ട് കയറും, 1-ാം കാവലിലോട്ട് കയറുമ്പോൾ ടിക്കറ്റ് കയ്യിലുള്ളവനെ കയറാനൊക്കെ ഉള്ളൂ. അപ്പോഴും നിർബന്ധമായും വിസ വേണമെന്നൊന്നുമില്ല. അതിനടുത്ത കാവലിലാണ് പിടിക്കുന്നത്. ഫ്രണ്ടിൽ ടിക്കറ്റാണ് അവർ നോക്കുന്നത്. ടിക്കറ്റ് നോക്കാം, ശരി കയറിക്കൊള്ളാൻ പറയും. ഫ്രണ്ട് ഗേറ്റ് കയറാം. അപ്പോഴും നമുക്കൊരു 5-6 പെട്ടിയൊക്കെ കൊണ്ടുപോകാം കേട്ടോ. പക്ഷെ അകത്ത് കിട്ടുന്ന തൂക്ക് പരിപാടിയുണ്ട്, പെട്ടി തൂക്കുന്ന പരിപാടിയുണ്ട്. ടിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് തൂക്കും അവർ. ചിലതിൽ 35 കിലോ, ചിലതിൽ 60 കിലോ, അങ്ങനെ. അതനുസരിച്ച് നമ്മൾ ഈ സാധനം നേരെ തൂക്കി ഒരു സംഭവത്തിലോട്ട് വെച്ച് കൊടുക്കണം. വെച്ചിട്ട് പിന്നെ നമുക്കൊന്ന് നമ്മൾ വീട്ടിൽ തൂക്കുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ 3 കിലോ കൂടുതൽ. അപ്പം നമ്മൾ വിരലിൽ ഇങ്ങനെ പൊക്കി നോക്കും, കുഴപ്പമില്ല, തിരിച്ചു വെക്കും. നമ്മളെല്ലാം ചെയ്യുന്ന അങ്ങനെ. ഒരിക്കലും കറക്റ്റ് തൂക്കം നമ്മൾ കൊണ്ടുപോകില്ല. ഒരു 5 കിലോയിലും കൂടുതൽ കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെ അല്ലേ? അത് ഗൾഫുകാരെല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു തരുന്നു, ഇന്ന കൗണ്ടറിൽ കൂടെ ചാടിപ്പോയാൽ കയറി പോവാം. ഉടായ്പെല്ലാം മലയാളികളുടെ അടുത്താണ് കളി. ഈ കൊണ്ടുവരുന്ന വല്ലതും ഗുണമുള്ള സാധനമാണെങ്കിൽ വേണ്ടതല്ല, ഒന്നും ഗുണമില്ലാത്ത സാധനമാണ്. ഞാൻ ഇന്ന് വരെ കൊണ്ടുവന്നിട്ടുള്ള ഒന്നും ഗുണമുള്ളതല്ല. എനിക്ക് വന്നില്ല ഒന്നും ഗുണമുള്ളതാണെന്ന് അല്ലേ? എനിക്കിപ്പോഴും ഓർമ്മയില്ല ഗുണമുള്ള എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ അപ്പം അവിടെ അടുത്ത് കിട്ടുന്ന എല്ലാം കൂടെ വലിച്ചു വാരി കൊണ്ടുവരും അല്ലേ? പിന്നെ ബന്ധുമിത്രാദികളൊക്കെ ഒരു സന്തോഷമാണ്, 2 മുട്ടായി അതൊക്കെ അവിടെ റോഡ് സൈഡിലൊന്ന് വാങ്ങിക്കുന്നതാണ്. ആൾക്കാർക്കൊരു സന്തോഷമാണ്. നമുക്ക് തിരിച്ചു വരാം, സമയം കളയണ്ട. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പം നമ്മൾ കൂടുതൽ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ വിരലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അവിടെ എടുത്ത് തൂക്കുമ്പോഴത്തേക്ക് കറക്റ്റ് അളവ് അവിടെ കാണിക്കും, ഒന്നും ചെയ്യാൻ പോകില്ല. അപ്പോൾ പണ്ടൊരിക്കൽ സൗദിയിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ആൾക്കാർ പറഞ്ഞു തന്ന ടെക്നിക്കാണ്, ഈ ചാക്ക് നിറച്ച് സാധനം വയ്ക്കുക, അതിൻ്റെ മുകളിൽ ഈത്തപ്പഴം വയ്ക്കുക, എന്നിട്ട് പെട്ടി കെട്ടിയിരിക്കുക, എന്നിട്ട് എടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ കിലോ കൂടുതലാണ്, വെയിറ്റ് കുറയ്ക്കാൻ പറയും. അപ്പോൾ ഉടനെ തുറന്നിട്ട് 4 പാക്കറ്റ് ഈത്തപ്പഴം എടുത്ത് വെളിയിലോട്ട് വയ്ക്കുക. അപ്പോൾ അവർ കൊണ്ടുവയ്ക്കോളാൻ പറയും. കാരണം അവരുടെ പ്രധാനപ്പെട്ട സാധനമാണ് ഈത്തപ്പഴം. അത് ഒരു ടൂറിസ്റ്റർ വന്നിട്ട് കൊടുത്തില്ലെങ്കിൽ മോശമാണ്. അതുകൊണ്ട് ആ സാധനം എടുത്ത് വെളി വയ്ക്കുമ്പം പൊട്ടെന്ന് പറയും. അപ്പോൾ അതുവരെ നമ്മുടെ മലയാളികൾ പഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് മലയാളിയെ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ സോപ്പ കടുക്കും. കാരണം സകല ഉടായ്പ നമുക്കറിയാം, എവിടെ കൂടെ എങ്ങനെ എത്രത്തോളം കുനിയണം ഇതൊക്കെ നമുക്കറിയാം. ദൈവമക്കളെ, ഈ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് അങ്ങ് അകത്തെല്ലാം ഇങ്ങനെ നിന്ന് കൊടുക്കണം. അത് അവ ഏത് രാജ്യക്കാരെന്ന് പോലും അറിയാൻ പാടില്ല. അവ ഇങ്ങനെ മെഷീൻ അടിച്ചുകൊണ്ട് മൊത്തത്തിൽ ഇങ്ങനെ അടിക്കും. കീ കേട്ടാൽ അവിടെ അവൻ നോക്കിയിട്ടേ വിടുള്ളൂ. ചിലപ്പം 10 പൈസ പോക്കറ്റ് കിടക്കുന്നതായിരിക്കും കീ കേട്ടത്. ആ സാധനം എടുത്തിട്ട് പിന്നെ അവൻ്റെ മെഷീൻ ഓടിച്ച് നോക്കി കീ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിട്ടേ അവൻ വിടുള്ളൂ. ചിലയിടത്ത് ചെന്നാൽ സോക്സ് വരെ മേടിപ്പിക്കും. ഞാൻ ചിന്തിച്ചു പോയത് ഇത്ര അധികം ഗൗരവം. ഏതോ രാജ്യത്ത് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ചുമരിൽ എഴുതി വെച്ചിരിക്കുകയാണ് 100 ഗ്രാം കൊണ്ടുപോകാം. അപ്പോൾ എൻ്റെ 100 ഗ്രാം ഇല്ല, 100 ഗ്രാമിൻ്റെ കവറാണ്, 100 ഗ്രാം ഇല്ല. ഞാൻ ഞെക്കി അതൊരു 25 ഗ്രാം വരും. അപ്പോൾ എൻ്റെ ബാഗിനകത്ത് കിടപ്പുണ്ട്. സാഹിബ് കറക്റ്റായിട്ട് സാധനം പിടിച്ചു. അവൻ പിടിച്ചിട്ട് ഇതിനകത്ത് സാധനം കിടക്കണം. ഞാൻ പറഞ്ഞ ഇതിനകത്ത് സാധനമൊന്നുമില്ല. അവൻ കൈയിട്ട സാധനം എടുത്തു. സാധനം എടുത്തിട്ട് അവൻ പറഞ്ഞു 100 ഗ്രാം. ഞാൻ പറഞ്ഞത് ഞെക്കി ഇതിനകത്ത് 100 30 ഉള്ളൂ. നോ, സീ ദിസ്. ദൂരെ കളഞ്ഞു. ഇവിടെ വല്ലതായിരുന്നെങ്കിൽ ഞാൻ വരട്ടി പിടിച്ചേർത്തേനെ. തൂക്കാൻ പറഞ്ഞേനെ 30 ഗ്രാം. സ്തോത്രം. അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോൾ അവൻ എൻ്റെ പെട്ടി പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഈ പെട്ടി കൊണ്ടുപോകൂല, ഇത് അളവിൽ കൂടുതലാണ്. ഞാൻ പറഞ്ഞു കറക്റ്റ് അളവാണ്. അപ്പോൾ ഒരു പെട്ടി അവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ അകത്ത് ഇടാൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് ഇറങ്ങുമോ ഇത്? വാസ്തവത്തിൽ പെട്ടി ഇറങ്ങും, 4 വീല് മാത്രം ഇറങ്ങൂല. അവൻ 4500 രൂപ അടിച്ചു തന്നു. ആ പൈസ കൊടുത്തിട്ട് അല്ലതോ. പക്ഷെ അതിൻ്റെ ഫസ്റ്റ് കൗണ്ടറിൽ എന്നെ പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവരെന്നെ വിട്ടു കേട്ടോ. ഫൈനൽ കൗണ്ടറിലാണ് എന്നെ പിടിച്ചത്. സാഹിബിൻ്റെ അടുത്തൊന്നും കളി നടക്കൂല. അപ്പോഴേ ഞാൻ ചിന്തിച്ചു പോയി, ഇതിടെ അവന്മാർ നമ്മൾ ഇവിടുത്തെ പോലെ ഭയങ്കര സ്കാനിങ് ഒന്നുമില്ല. പക്ഷെ നമ്മുടെ പെട്ടിക്കകത്തിരിക്കുന്ന സാധനത്തിന് എത്ര അളവുണ്ടെന്ന് പറയാം. അവന് ചുമ്മാ അവൻ്റെ സ്ക്രീൻ നോക്കി അറിയാനുള്ള സെറ്റപ്പ് അവൻ ചെയ്തു വെച്ചിട്ടിരിക്കുക. അപ്പം നാട്ടിലെ യൗമാർ ഇത്രയും ചെയ്തു വെച്ചിട്ടിരിപ്പുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ കണ്ണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ ഉടായ്പും കൊണ്ട് പോകുന്നത്. കർത്താവേ, അതെ, അയാൾ അങ്ങനെ ആയിരുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ചെന്ന് കയറി കൊടുത്താൽ മതി. മനസ്സിലായോ? ലോക സ്നേഹമാണ് നമ്മുടെ പിന്മാറ്റത്തിന് കാരണം. ഇന്ന് പ്രഭാതത്തിൽ അതിനൊരു തീരുമാനം വരണം. ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിച്ചോണം. എന്തൊക്കെ ഉപേക്ഷിക്കാൻ തോന്നുന്ന എല്ലാം ഉപേക്ഷിച്ചോണം. ഞാൻ മനസ്സിലായി. ഞാൻ ഒന്നും നമ്പർ 1 2 3 ഒന്നും പറയില്ല. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് കേട്ടാൽ ഞാൻ ഇരുന്ന് പറയും. അത് ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ചോദിച്ചാൽ അത് ഓരോന്നായിട്ട് പറഞ്ഞുതരാം ഞാൻ. മനസ്സിലുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കാതുകൾ കുത്തി തുളച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തോട് ഏകീഭവിക്കാനാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ലോകസ്നേഹം തൂക്കിയിടാനാണെങ്കിൽ പണി കിട്ടും. ശ്മശാന മൂകത
മരുന്നിറങ്ങുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നു. മരുന്നിറങ്ങട്ടെ, കുറേശ്ശെ ഇറങ്ങട്ടെ. എന്താ ബാക്ക് സ്ലൈഡിങ്? എന്താ ദൈവകൃപ വെളിപ്പെടാത്തത്? എന്താ പരിശുദ്ധാത്മ നിയോഗത്തിൽ കയറി പോകാൻ പറ്റാത്തത്? അല്ലേ? നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും ഇത് നോക്കും. അതെ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇന്ന ആളിന് ഇഷ്ടമാണ്, അല്ലേ? ഇന്ന ആളിന് ഇഷ്ടമാണ്, അയാൾക്ക് ഇഷ്ടമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഇതൊന്നും ന്യായമായി നടക്കുന്ന കാര്യങ്ങളല്ല, അല്ലേ? എനിക്ക് വേണമെങ്കിൽ പറയാം, എൻ്റെ പിള്ളേരെ കെട്ടിക്കുന്നത് വരെ എനിക്ക് മുടി കറുപ്പിക്കണം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ഇത് കറുപ്പിച്ച് വെച്ചിട്ട് ഞാനെന്തോ പ്രസംഗിക്കാൻ? ദൈവമക്കളെ, ലോകമോഹം എന്ന് പറഞ്ഞാൽ കണ്ണിൽ വരയ്ക്കാൻ പാടില്ല, തലയിൽ വരയ്ക്കാമോ? അങ്ങനെ പിള്ളേർ ചോദിക്കുന്നതാണ് നമുക്ക് തെറ്റ്. കുട്ടികൾ അങ്ങനെ ചോദിക്കുന്നു, നിഷേധികളാണ്. എന്താണ്? മനസ്സിലായോ? യേശുപ്പാ സ്തോത്രം. പെട്ടെന്ന് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ ശരിക്കും അറിയണം കേട്ടോ. ഇനി ഞാൻ കുറേശ്ശെ കൂടെ അറുത്ത് പ്രസംഗിക്കും കേട്ടോ. അതിനുള്ള വളർച്ചയായി നിങ്ങൾക്ക്. ഈ കൊച്ചു പിള്ളേരെ പല്ലൊക്കെ ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ ആശുപത്രി കൊണ്ട് അല്ല കമ്പി ഇടാൻ കൊണ്ടുവരുമ്പോൾ പറയും 12 വയസ്സായിട്ട് വരാൻ പറയും. എന്തിനാണ്? കൊച്ചിലായിട്ട് അവൻ്റെ എല്ലാം ഞരമ്പില്ലാതായി പോവും. ഇപ്പം നിങ്ങളൊക്കെ 12 വയസ്സായി, ഇനി നമുക്ക് പല്ലിൽ കമ്പിയൊക്കെ ഇടാം, കുറേശ്ശെ ടൈറ്റാക്കാം. നമ്മൾ വരൂല, വേണ്ട. എന്തായാലും ഞാൻ ടൈറ്റാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വരത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അല്ലേ? പ്രശ്നം അല്ല. അങ്ങനെ ചാടി ഓടുന്നതാണെങ്കിൽ ഞാൻ വരത്തുമില്ല. അത് നിങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ട. ഞാൻ പിന്നെ നിങ്ങൾ പറയുന്നത് അയ്യോ അയാൾ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമോ? ഞാൻ അങ്ങനെയൊന്നും വരത്തില്ലേ. അഹങ്കാരം കൊണ്ടല്ല, അങ്ങനെയൊന്നും എനിക്കിഷ്ടമില്ല. നിങ്ങളെ ഉപദ്രവിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. സ്തോത്രം. അങ്ങനെ അത് നിങ്ങൾ സ്വപ്നത്തിലേ കാണണ്ട. എനിക്കടക്കം നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ് ടാർഗറ്റ്. ഇതിൽ കുറഞ്ഞതോ കൂടിയതോ ആയ വേറെ ഒരു ടാർഗറ്റ് നമ്മുടെ കയ്യിലില്ല, ഒരു ടാർഗറ്റും ഇല്ല. റൈറ്റ്? നമ്പർ 5, because of the relationship to the Satan, പിശാചിനോടുള്ള നമ്മുടെ ബന്ധം കാരണം. 2 Corinthians chapter 4 verse 3 വായിക്കാവോ? 2 Corinthians chapter 4 verse 3. പെട്ടെന്ന് പോട്ടെ, ദൈവമേ, 2 പോയിന്റ് ഉണ്ട്. 2 കൊരിന്ത്യർ 4:3. എന്നാൽ വായിക്ക് ജയ. അല്ലെങ്കിൽ സിസ്റ്റർ വായിച്ചോ, മൈക്ക് കൂടെ വായിക്കും. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് എത്രയും അറിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും അറിഞ്ഞിരിക്കുകയല്ല, നശിച്ചു പോകുന്നവർക്കാണ് അറിഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ കണ്ണുകുരുടാക്കി. അവിടെ 3 പോയിന്റാണ് പ്രധാനമായിട്ട് വന്നത്. 1, നശിച്ചു പോകുന്നവർക്കാണ് മറഞ്ഞിരിക്കുന്നത്. 2, ഈ ലോകത്തിന്റെ പ്രഭു. 3, അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി. കണ്ടോ? അപ്പൊ അവിശ്വാസികളുടെ കണ്ണ് ഈ ലോകത്തിന്റെ പ്രഭു കുരുടാക്കിയത് അവനെ ഗുണം പിടിപ്പിക്കാനല്ല, അവനെ നശിപ്പിക്കാനാണ്. അപ്പൊ അവിശ്വാസികൾക്ക് മാത്രമേ ഇത് ബാധിക്കുള്ളൂ, വിശ്വാസമുള്ളവരെ ഇത് ബാധിക്കുകയല്ല. നമുക്ക് ലോകസ്നേഹം കാരണം അവിശ്വാസം നിന്നാൽ പിശാച് നമ്മളെ കണ്ണിരിട്ടാക്കും. നമ്മുടെ വിചാരം തന്നെ ഈ ഭൂമിയിൽ സുന്ദരമായി ജീവിക്കുന്നതാണ് ജീവിതം. അത് ജീവിതമേ അല്ല. അങ്ങനെയാണെങ്കിൽ അംബാനി, അദാനി, ബിൽഗേറ്റ്സ് അവരൊക്കെയാണ് ജീവിക്കുന്നത് പറയേണ്ടി വരും. ഇതിലൊന്നും കഥയൊന്നുമില്ല. നമുക്കാവശ്യമുള്ളത് മുഴുവൻ തരാൻ ശക്തനാണ് നമ്മുടെ ദൈവം. നമുക്കാവശ്യമുള്ളത് മുഴുവൻ തരാൻ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള വാക്യം അതാണ്. പിതാവ് അറിയുന്നു, നിങ്ങൾക്കിത് ആവശ്യമെന്ന് പിതാവ് അറിയുന്നു, അല്ലേ? എൻ്റെ കൊച്ചുങ്ങൾ ആരും ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല. ഫീസ് അടയ്ക്കണം, അവരപ്പം അറിയാം. അങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത്, അല്ലേ? അവരുടെ ഏത് ആവശ്യവും പരിഹരിച്ചു കൊടുക്കാനാണ് ഞാൻ ഇരിക്കുന്നത്. അത് കൊടുക്കുകയാണ് എൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് അപ്പൻ എന്ന് പറയുന്നത്, അല്ലേ? അല്ലാതെ അമ്മയുടെ ഹസ്ബൻഡ് ആയിരുന്നത് കൊണ്ടല്ല അപ്പനായത്. അപ്പൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ നമ്മുടെ അപ്പനായ ദൈവത്തിന് അറിയാം എനിക്കെന്ത് വേണം. ഞാൻ വ്യാകുലപ്പെടാതെ, ഞാൻ ചിന്തിക്കാതെ അതത് സമയത്തുള്ള ഓക്സിജൻ എനിക്ക് തരുന്ന ദൈവത്തിന് കൃത്യമായിട്ടും അറിയാം എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന്. സ്തോത്രം. നമ്മൾ അതിനെക്കുറിച്ച് ബേജാറാവേണ്ട കാര്യമില്ല. ഇവിടെ പറഞ്ഞോ, അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കുന്നു. അപ്പൊ നമുക്ക് വെളിപ്പാട് കിട്ടുന്നില്ലെങ്കിൽ, കണ്ണ് കുരുടായി തുടങ്ങുന്നു എങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ അവിശ്വാസമാണ്. നമ്മൾ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം.
ദൈവാശ്രയത്തിലേക്ക് മടങ്ങി വരണം. ഇതെല്ലാം ഡെപ്തിലേക്ക് എടുക്കേണ്ട സബ്ജക്ട്സ് ആണ്. സമയക്കുറവ് കാരണം ഞാൻ അതിലേക്ക് പോകുന്നില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായം 10-ാം വാക്യം കൂടെ വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 10-ാം വാക്യം. മൈക്കിൽ കൂടെ വായിക്കേ. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. വായിക്കേ. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവൻ. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അയ്യോ, അങ്ങനെയാ പറയുന്നത്. നീതി പ്രവർത്തിക്കണം, സഹോദരനെ സ്നേഹിക്കണം. നമുക്ക് സഹോദരനെ സ്നേഹിക്കാൻ പറ്റുമോ? സഹോദരനെ സ്നേഹിച്ചേ പറ്റൂ. അപ്പൊ ചിലർ പറഞ്ഞ സഹോദരൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന അല്ല. എല്ലാവരും സ്നേഹിക്കണം, പുറത്തുള്ളവരെ സ്നേഹിക്കണം. എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് അതിനുള്ളൊരു കൃപയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. യേശു കർത്താവ് കൂടെ കിടന്ന കള്ളനെ സ്നേഹിച്ചു. തള്ളിപ്പറഞ്ഞ കള്ളനെ കർത്താവ് തള്ളിയില്ലല്ലോ, അല്ലേ? ഏറ്റു പറഞ്ഞ കള്ളനോട് കർത്താവ് പറഞ്ഞു, നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. മറ്റവൻ്റെ അടുത്ത് പറഞ്ഞു, നീ നരകത്തിൽ പോകും, നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. ഇല്ല, എന്താ പറയാ? അങ്ങനെ പറയുന്നതല്ല ദൈവസ്നേഹം. യേശുവിന്റെ വിലാപ്പുറം കുത്തിപ്പുളച്ചവരോടും കർത്താവ് പറഞ്ഞത് ഇവരോട് ക്ഷമിക്കാനാ പറഞ്ഞേ. യേശുവിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയവരോടും ഇവരോട് ക്ഷമിക്കാനാ പറഞ്ഞേ. നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. അവനെ അടുപ്പിക്കാൻ പറ്റില്ല, അവൻ കാർക്കിച്ച് തുപ്പി, അതുകൊണ്ട് അവനെ അടുപ്പിക്കാൻ പറ്റും. അതെന്ത് ന്യായമാ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശരി കടക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതൊക്കെ എനിക്കറിയാം. ഇത് ഉണ്ടാക്കിയപ്പോൾ എനിക്കും ഇഷ്ടപ്പെടില്ല. ഒരു 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 ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലേ? നമുക്ക് ജീവിക്കാൻ ഒരു ഇത് വേണ്ടേ? ഇത് നേരെ തിരിയണം. നേരെ തിരിഞ്ഞാലേ നമുക്കിത് വായിക്കുമ്പോൾ ഇതിന്റെ സുഖം മനസ്സിലാവുള്ളൂ, ഇതിന്റെ സന്തോഷം മനസ്സിലാവുള്ളൂ. ഇതിന്റെ ഒരാളുടെ അടുത്ത് കയ്പുമായിട്ട് നിങ്ങൾ ഉറങ്ങുന്നതും എല്ലായിടത്തും സന്തോഷത്തിൽ കിടന്നുറങ്ങുന്നതും തമ്മിൽ ആലോചിക്കുക. കയ്പ് കൊണ്ട് നടന്നിട്ട് ഉറക്കത്തിലൊക്കെ ഇങ്ങനെ ആലോചിക്കാമോ? വെച്ചിട്ടുണ്ടേ കർത്താവ് കൈയിൻ്റെ അടുത്ത് ചോദിക്കാം, നിന്റെ സഹോദരൻ എവിടെ? എനിക്കിവിടെ അറിയാമോ? എനിക്കിവിടുത്തെ നേരത്തൊന്നും കൂടാ, ഞാൻ അവന്റെ കാവൽക്കാരനോ? വല്ല ആവശ്യമുണ്ടോ? അവന്റെ സ്വന്തം സഹോദരനാ. എന്താ കുഴപ്പം പറ്റിയത്? എന്റെ യാഗത്തിന് പ്രസാദിച്ചില്ല, അവൻ്റെ കയറി പ്രസാദിച്ചിരിക്കുന്നു, അല്ലേ? നമുക്കിതാ ദേഷ്യം. ഞാൻ എത്രയും കൂടെ ഇതൊക്കെ ചോദിച്ചു, എന്നോട് പ്രസാദിച്ചോ, അവനോട് പ്രസാദിച്ചോ? അങ്ങനെ ഇതെവിടെന്നാ ഈ സാത്താൻ വരുന്നേ? സ്വതന്ത്രം. പെട്ടെന്ന് 2 കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് നിങ്ങൾ ഇനി ഇതിന് അടുത്ത ദിവസത്തേക്ക് വയ്ക്കുന്നില്ല. ഞാൻ നിങ്ങൾ ഇതുപോലെ കിട്ടുകയല്ല എനിക്ക്. ഇന്നെങ്ങനെ വന്ന് കയറിയതാ. സ്തോത്രം. വായിക്കേ. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. അയ്യോ, കൊച്ചു കാര്യമാണ് നിങ്ങൾ ആദ്യം മുതലേ കേൾക്കുന്നത്. അന്യോന്യം സ്നേഹിക്കണം. സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തോ ഒരു പരുവക്കേടുണ്ടെന്ന് തിരിച്ചറിയണം. നമുക്ക് ഈ ശ്വാസകോശ സംബന്ധമായ രോഗത്തിനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവരവിടെ ഊതാൻ വേണ്ടി ഒരു സാധനം തരും. 2-3 ബോൾ ഇട്ടിട്ട് ഊതണം. എന്തിനാണ്? ലങ്സിന്റെ കപ്പാസിറ്റി അറിയാനാണ്. ഇതിങ്ങനെ ഊതുമ്പോൾ ബോൾ ഇങ്ങനെ പൊങ്ങി വരും. ഒരുമാതിരി ഒന്നും ഊതിയാ പൊങ്ങുകയല്ല. അതുപോലെ നമുക്ക് കർത്താവ് ടെസ്റ്റിങ് തന്നിരിക്കുന്നതാണ്. സ്നേഹിക്കാൻ പറ്റണം. ശശികളെ സ്നേഹിക്കാൻ പറ്റും, എഡ്വിൻസിനെ സ്നേഹിക്കാൻ പറ്റില്ല. അത് പറ്റില്ല. അതുകൂടെ വേണമെങ്കിൽ ശശികളെ സ്നേഹിക്കാം. വിജയകുമാർ സാറിന് ഒരു അഡ്ജസ്റ്റ്മെന്റ് സ്നേഹിക്കാം. എല്ലാവരും ഒരുപോലെ അത് പറ്റില്ല. എന്താണ് അങ്ങനെ? അതാണ് നമ്മുടെ പിശാചിന്റെ പ്രത്യേകത. ഒരു ബോൾ കുറച്ച് പൊങ്ങും, ഒരു ബോൾ കുറച്ചേ പൊങ്ങൂ, ഒരു ബോൾ തീരെ പൊങ്ങൂല. സ്തോത്രം. കർത്താവെ, ഇതിനിപ്പോ എങ്ങനെ റെഡിയാക്കി എടുക്കും നമ്മള്? ലാസ്റ്റിൽ നമുക്ക് നല്ല നല്ല ഉഷാറൊരു പാട്ടങ്ങ് പാടാം, അല്ലേ? നല്ല ഇടിപെട്ട പാട്ട്, നല്ല എല്ലാം അടിച്ചുള്ള പാട്ട് നിങ്ങൾ ഉഷാറാക്കി എടുത്താലേ നമുക്ക് ആഹാരം ഇരിക്കും. അല്ലെ നിങ്ങൾക്ക് വിശപ്പൊന്നും ഇല്ലാതെയൊക്കെ നിങ്ങൾ പോവേണ്ടി വരും, അല്ലേ? എല്ലാം കഴിക്കാനുള്ള തമ്മിൽ ഇത് സിമ്പിൾ ടെസ്റ്റാണ്. തമ്മിൽ സ്നേഹിക്കാം. നമുക്ക് ആരെങ്കിലും സ്നേഹിക്കാൻ പറ്റാതിരിക്കുന്നെങ്കിൽ അതിനകത്തൊരു പരുവക്കേടുണ്ട്. അതുകൊണ്ട് സ്നേഹിക്കാൻ പാകത്തിന് നമ്മളെ തന്നെ ട്യൂൺ ചെയ്യുക. ഞാനത് വിട്ടോട്ടെ. ബിക്കോസ് ഓഫ് ദെയർ റിലേഷൻഷിപ്പ് ടു ദ സിൻ. പാപത്തോടുള്ള താല്പര്യം പറഞ്ഞാൽ നമുക്കറിയാം. ജനസിസ്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. കർത്താവ് മനുഷ്യനെ കൊണ്ട് തോട്ടത്തിൽ നിർത്തിയിട്ട് പറയുകയാണ്, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നാ നീ മരിക്കും. അവൻ എന്തോ ചെയ്തു? അവൻ അത് തിന്നു, അല്ലേ? അവനത്, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചോടെ, അവനത് തിന്നു. എങ്ങനെയാ തിന്നേ? തിന്നാനുണ്ടായ കാരണം എന്തുവാ? പിശാചി പറഞ്ഞു തിന്നു. അവളുടെ അടുത്ത് കർത്താവ് ചോദിക്കുമ്പോ അതാ പറഞ്ഞേ, അത് പാമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് തിന്നുപോയി.
സാരമല്ല കേട്ടോ, എന്നാ പിന്നെ പാമ്പിനെ തല്ലിക്കൊല്ലാമേ എന്ന് കർത്താവ് പറഞ്ഞോ? ഇല്ല. രണ്ടിനെയും കൂടെ തൂക്കിയെടുത്ത് വെളി കളഞ്ഞു. നമ്മുടെ ന്യായം ഇതാണ്. അതെ, ഞാൻ മര്യാദയ്ക്ക് മരത്തിന്റെ മൂട്ടിൽ നിന്നതാണ്, അപ്പോഴാണ് പാമ്പ് വന്നിട്ട് പറഞ്ഞു ഇത് തിന്നാൻ പറഞ്ഞു. അങ്ങനെ തിന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ ന്യായങ്ങളൊന്നും അവിടെ എറിയാല. എന്നെ പോലെ പാവം ഉദ്ദേശിച്ച് വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ കുപ്പിയിലാക്കാൻ ഇതൊക്കെ പറ്റും. ഇച്ചിരി വാവട്ടം വലുതായിരിക്കണമെന്നേ ഉള്ളൂ കുപ്പിയിലാക്കാൻ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഈ ന്യായമൊക്കെ പറയാം, അത് പാസ്റ്റർ വിചാരിക്കും പോലെയൊന്നും അല്ല. പിന്നെ ഭയങ്കര സംഭവമാണ്. പാമ്പെന്ന് പറഞ്ഞാൽ എന്തോ പാമ്പാ. ഉടായ്പകളെല്ലാം 4 മടക്കി പോക്കറ്റ് വെക്കണം. സ്തോത്രം. ഇത് മാനസാന്തരത്തിന്റെ പകലാണ്. സ്തോത്രം. ഞാൻ ഇതുകൊണ്ടാണ്, അതുകൊണ്ട് അതെല്ലാം കയ്യിൽ വെച്ച് ഒരു സാധനം വെളി ഇറക്കരുത്. ഇന്ന് ഇറക്കിയതിരിക്കട്ടെ, ഇനി ഇറക്കരുത്. ഇതിറക്കി വിജയിപ്പിക്കാന്നും വിചാരിക്കേണ്ട നിങ്ങൾ. ഈ ഒരു സാധനം ഇറക്കി എൻ്റെ അടുത്ത് പോലും വിജയിപ്പിക്കാന്ന് വിചാരിക്കേണ്ട. പിന്നെയാണ് കർത്താവിൻ്റെ അടുത്ത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശരി, താഴോട്ട് വരാം. അപ്പൊ അവിടെ സർപ്പം വന്ന് ഇവളോട് സംസാരിക്കുമ്പോ ഇവളുടെ അകത്തെ സാധനം വെളി വരികയാണ്. അകത്തെ സാധനം വെളി വരികയാണ്. അല്ലെങ്കിൽ അവർക്ക് പറയാം, ഓടാന്ന് പറയാം. ദൈവത്തെ പോലെ ആകുമെന്ന് പറയുമ്പോൾ അവന് സുഖമായിട്ട് പറയാം, ഞങ്ങൾക്ക് ദൈവത്തെ പോലെ ആവേണ്ട ആവശ്യമില്ല. നമ്മളെ ആൾക്കാർ ഇങ്ങനെ മൂപ്പിക്കുന്നേ, അയ്യോ ഈ സാധനം ഒരെണ്ണം വാങ്ങിച്ച് വീട്ടിൽ വെച്ചിരുന്നാലേ ഐശ്വര്യമാ. ആണോ? ചൈനീസിലെ മറ്റേ ഈ സാധനം വലിയ വയറുള്ള ഇത് വീട്ടിൽ വെച്ച ഐശ്വര്യമാണ്. ആണോ? എന്നാ പിന്നെ തുറന്നാൽ ഇരിക്കട്ടെ, അതിൻ്റെ പുറത്ത് വേറെ എന്തെങ്കിലും കൂടെ വച്ചേര്, ബാക്കി ഇരിക്കട്ടെ. സ്തോത്രം. ഐശ്വര്യം വരും. ഐശ്വര്യം വരാൻ കണക്കിന് ആൾക്കാർ എന്തൊക്കെയാണ് ഇടപാടുള്ളതെന്നറിയാവോ? ഐശ്വര്യം വരാൻ കണക്കിന്. ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കറിയാം, ഈ ഉടായ്പെല്ലാം എനിക്ക് കൃപയാൽ മനസ്സിലാവും. അല്ലേ? ബാക്കിയെല്ലാം ഞാൻ കുറേശ്ശെ പറഞ്ഞുതരാം, ഇപ്പൊ തൊടുന്നില്ല ഞാൻ. നമ്പർ 2, എക്ലീഷ്യാസ്റ്റസ് സഭാപ്രസംഗി 7:20. പടക്കപ്പെട്ടിൽ വായിക്കും, പിടപെടാ വായിക്കും, പെട്ടെന്ന്. ഇനി വായിച്ചു തീർക്കാനുള്ള സമയമുള്ളൂ, പെട്ടെന്ന്. സഭാപ്രസംഗി 7:20. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. സമാധാനമായില്ലേ നമുക്ക്? അല്ലേ? ഇതാരാ പറയുന്നറിയാവോ? കേട്ടില്ല? ശലോമൻ നല്ല മനുഷ്യനാ എന്ന് പറഞ്ഞാൽ ഉള്ള പാപം മുഴുവൻ ചെയ്തിട്ട് പുള്ളി അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറയാം, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല എന്ന് പറഞ്ഞാൽ ഞാനും അതിന്റെ കൂടെ ഉള്ള ഒരുത്തനാണേ. അതിന്റെ മുമ്പിൽ പുള്ളി പറഞ്ഞിരിക്കുന്ന വാക്യം കണ്ട, ഒരു പട്ടണത്തിൽ 10 ബലശാലികൾ ഉള്ളതിനേക്കാൾ ജ്ഞാനം ജ്ഞാനിക്കധികം ബലം. ബലശാലിയേക്കാൾ ജ്ഞാനമാണ് ബലം. നമ്മളെ വിചാരം ബലമാണ് ബലം എന്നാ. ബലം അല്ല, ബലം ജ്ഞാനമാണ് ബലം. ഇനി താഴോട്ട് പുള്ളി പറഞ്ഞു കേൾക്കുന്നുണ്ടോ? പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുത്. നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ എല്ലാത്തിനും ചെവി കൊടുക്കും. അയാൾ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു അല്ലേ? അവ നിങ്ങളെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? തീർന്നു. നമ്മളിങ്ങനെയാണ് കിണ്ടി ചോദിക്കും അല്ലേ? ബാലു, അരുൺ എന്ത് പറഞ്ഞു എന്നെ കുറിച്ച് അല്ലേ? അപ്പൊ ബാലു 2 കൈ നിന്നിട്ട് പറയും, വളരെ മോശമായിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അതാ ഇവിടെ പറഞ്ഞോ, പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിന് നീ ശ്രദ്ധ കൊടുക്കരുത്. എന്റെ വിശ്വാസികളുടെ ചിലരുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്റെ യൂട്യൂബ് ചാനലിന്റെ താഴോട്ട് എന്നിരുന്ന് തെറി വിളി, എന്നെ വിളിക്കുന്നത് കേട്ട് ആനന്ദിക്കലാണ് ജോലി. അവർക്കൊരു സന്തോഷം, ഇങ്ങനെ കിട്ടും. ഞമ്മക്കോ പറയാൻ പറ്റുന്നില്ല, അപ്പൊ അങ്ങേരെങ്കിലും പറഞ്ഞല്ലോ. ചിലരെന്നെ വിളിച്ചു പറയും, പാസ്റ്ററെ കേട്ടോ? എന്താ? ഞാൻ വിളിക്കാൻ പറ്റുന്ന ആരോ വിളിച്ചിരിക്കുന്നു. ഞാൻ തീരെ സമയം ഉണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ മറിച്ച് നോക്കും, എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ എന്ന് അറിയാനാ നോക്കുന്നത്. അപ്പൊ നല്ല തെറികൾ കൊള്ളാം, കിടക്കട്ടെ. ആൾക്കാർ തെറി വിളിക്കുന്ന ഒരു സന്തോഷമല്ലേ? അതാ ഞാൻ എല്ലാം ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത്. എല്ലാവർക്കും തെറി വിളിക്കാൻ കഴിയണം. പിന്നെ നിങ്ങൾ ചിലർ അതിന് ലൈക്ക് അടിക്കുന്നുണ്ടായിരിക്കും, അതെനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളെ കൃപയ്ക്കത്തോണം ചെയ്തോണം കേട്ടോ, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കരുത്. നിങ്ങൾ അടിക്കുന്ന ഓരോ ലൈക്കും എനിക്ക് പൈസയാണ്. നമുക്ക് തിരിച്ചു
പറഞ്ഞു കേൾക്കുന്ന വാക്കിനെ ശ്രദ്ധ കൊടുക്കരുത്. നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് കേൾക്കാതിരിക്കേണ്ടത്. പലരും നമ്മളെ കുറിച്ച് പറഞ്ഞെന്ന് പറയാം, അത് കേൾക്കാൻ നടക്കരുത്. നമ്മുടെ കൃപ താഴെ പോവും, നമ്മൾ പിന്മാറ്റത്തിലോട്ട് പോകും. നമ്മളിത് വല്ലവരും പറഞ്ഞത് കേട്ട് അയാൾ പറഞ്ഞോന്ന് പോലും നമുക്കറിയില്ല, അയാൾ പറഞ്ഞിട്ടുണ്ടാവില്ല, അയാൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ അതിനെക്കുറിച്ച് കേട്ട് ഇങ്ങനെ പെരുക്കിക്കൊണ്ട് നടക്കുകയാണ്. വേറെ പണിയില്ല നിങ്ങൾക്ക്. അയാളെന്ന് പറഞ്ഞു, ഇയാളെന്ന് പറഞ്ഞു, കൂട്ടി ചോദിക്കാം, തമ്മിലടിക്കാം. നിങ്ങൾക്ക് എന്താ ഇത് ഇങ്ങനെ ആയി പോയത്? നമ്മൾ രക്ഷിക്കപ്പെട്ടവരെ പോലെയൊക്കെ ആയി വരുന്നില്ലേ? ഇനി നമുക്കിത് മാറണം, ഇനിയെങ്കിലും മാറണം, ഗുണം പിടിക്കണം. സമയക്കുറവുകൊണ്ട് ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഇരമ്യാ പ്രവചനം 17-ാം അധ്യായം 9-ാം വാക്യം. ഇരമ്യാ പ്രവചനം 17-ാം അധ്യായം 9-ാം വാക്യം. സ്തോത്രം, സ്തോത്രം. പെട്ടെന്ന് പോട്ടെ. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്. ഹൃദയം എല്ലാറ്റേക്കാളും കപടവും വിഷമവും ഉള്ളത്. അതാ കർത്താവ് പറഞ്ഞ, ഹൃദയ ശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഞാൻ ആ വാക്യം ഒന്നുകൂടി വായിച്ച് അവസാനിപ്പിക്കുകയാണ്. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 20-ാം വാക്യം. മർക്കോസ് 7:20. പടക്കം പൊട്ടിയൊരു വായിക്കും, പെട്ടെന്ന് എല്ലാവരും വിടട്ടെ, സമയം ഒരുപാടായി. എന്തോ വീണ? മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് എത്രയെ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. മതി. അവിടെ പറയുന്നുണ്ടോ? പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട്, എല്ലാവരും ഗ്രഹിച്ചുകൊള്ളുവിൻ. എന്ത് ഗ്രഹിക്കണം? പുറത്തു നിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധനാക്കാൻ കഴിയത്തില്ല. അല്ലേ? ഇടിയപ്പം ഇറച്ചി തിന്നാ നമുക്ക് അകത്ത് ഇടിയപ്പം പോലെ ഇങ്ങനെ കുരുങ്ങി പോവോ? അങ്ങനെ കുരുങ്ങി പോവോ? ഇല്ല. അടുത്ത് പറയുന്നുണ്ടോ? അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കും. അപ്പൊ നമ്മുടെ അകത്തുനിന്ന് സാധനം പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മറുപടിയാണ്. അയാൾ ഇങ്ങനെ, ബാലു ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ വളരെ ഡീസന്റ് ആയിരുന്നു. അല്ല. പിന്നെ ഞാൻ കഴിച്ച ഇടിയപ്പാണ് എന്നെ ഇങ്ങനെ ആക്കി കളഞ്ഞത്. അല്ല. പിന്നെ എന്റെ അകത്തുള്ള കയ്യിലിരിപ്പാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. അതിനെ വെളിയിൽ കളയണം. കണ്ടോ? കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ വേണം എന്നുള്ളവൻ മനസ്സിലാക്കട്ടെ എന്നാ പറഞ്ഞത് കേട്ടോ. അടുത്ത് പറയാ, അവൻ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാരാ ഉപമയെ കുറിച്ച് അവനോട് ചോദിച്ചു. അപ്പൊ കർത്താവ് പറയാ, നിങ്ങൾ ഇത്രയ്ക്ക് ബോധമില്ലാത്തവരോ, സിമ്പിൾ വാക്കിയാണേ, ബോധമില്ലാത്തവരോ, പുറത്തു നിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധനാക്കാൻ കഴിയുകയില്ലെന്ന് തിരിച്ചറിയുന്നില്ലയോ? അതവന്റെ ഹൃദയത്തിലല്ല വയറ്റിലത്രേ ചെല്ലുന്നത്, പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു. മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ അവനെ അശുദ്ധനാക്കുന്നത്. അകത്ത് നിന്ന്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത. അപ്പൊ ഇത് കഴിച്ച ആഹാരത്തിൽ നിന്ന് വന്നതല്ല, അകത്ത്. അപ്പൊ ഇത് വരണമെങ്കിൽ ഹൃദയം ശുദ്ധിയാവണം. ഹൃദയം ശുദ്ധിയായില്ലെങ്കിൽ ഈ ദുശ്ചിന്ത മാറത്തില്ല. ചില മെഷീൻ എത്ര ഫോർമാറ്റ് ചെയ്താലും ശരിയാവൂല. നമ്മൾ മോണിറ്ററൊക്കെ മാറ്റി വെച്ച് നോക്കി, എല്ലാ മോണിറ്ററും മാറ്റി വെച്ച് നോക്കി. ഫോർമാറ്റ് ചെയ്താലും, അല്ലെങ്കിൽ ഇത് പഴയ സാധനം പോപ്പപ്പ് ചെയ്ത് വരും. നല്ല പാട്ടൊക്കെ പാടി, ഇന്ന് നല്ല ആത്മീയ അന്തരീക്ഷമായിരുന്നു കേട്ടോ, എല്ലാം ശരിയായി. പിന്നെയും ചിന്ത ദുശ്ചിന്ത തന്നെ. അതെന്താ മാറാത്തെ? ഹാർഡ് ഡിസ്ക് മാറണം അല്ലേ? നമുക്കിവിടെ 3 മെഷീൻ അടിച്ചു പോയി. അപ്പോഴേ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മെഷീൻ വാങ്ങിച്ചത് അല്ലേ? ആപ്പിളിന്റെ 2 മെഷീൻ പോയി, വേറൊരെണ്ണം പോയി, അങ്ങനെ 3 മെഷീൻ പോയി. ഇപ്പോഴും നമ്മൾ ഒരെണ്ണം മേടിച്ചത്. ഉണ്ട് മറ്റേ വിഷയം കൊണ്ടുവന്നാ അതിലുള്ളത് കാണുള്ളൂ. ഇത് നമ്മൾ വേറെ സാധനമാണ് കാണുന്നത്. സ്വതന്ത്രം ഇതിന്റെ അകത്തുള്ളതാണ് നമ്മൾ വെളിയിൽ കാണുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത. ഇതിൽ എത്ര ഉണ്ട് നമ്മളേല്? ഒന്നുമില്ലേ? ഇങ്ങനെയൊക്കെ എഴുതി വച്ചിരിക്കുന്ന ഒന്നാണ് നോക്കുന്നത്. ഇങ്ങനെ സൂക്ഷിച്ചു. അയ്യോ യേശപ്പാ അല്ലേ? നമ്മൾ സ്കാനിങ്ങിന്റെ ഒക്കെ റിപ്പോർട്ട് നമുക്ക് ഇത്രയാകാൻ പാടില്ല അല്ലേ? മാക്സിമം, മിനിമം, നമ്മുടെ കണ്ടീഷൻ ഒക്കെ ഇങ്ങനെ കാണാം. അതുപോലെ നോക്കുകയാണ്. ദുർചിന്ത ഉണ്ടോ? നമുക്കിതിനെ ഒരുപാട് ആലോചിക്കേണ്ടത്. ഇതൊന്നും നമുക്കിങ്ങനെ എന്താ പറയാ,
ബോർഡർ ലൈനിലല്ല. എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ എന്ന നിലയിൽ വളരെ കുറച്ചൊന്നുമല്ല നമ്മുടെ കയ്യിലിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് അടുത്ത ആഴ്ചത്തേക്കെങ്കിലും വേറെ ആരെങ്കിലും വിളിക്കണം പ്രസംഗിക്കാൻ. മാസത്തിലൊന്നെങ്കിലും വിളിയുന്ന ആൾ വിളിക്കാം. എൻ്റെ ചാട്ടോ ഞാൻ ഡോക്ടറൊക്കെ കാണിച്ച് നമുക്ക് ഒരു സന്തോഷമാക്കണം നമുക്കല്ലേ. ശരിയാവില്ല, ഇതിങ്ങനെ പോയാൽ ശരിയാവുകയല്ല. സ്തോത്രം. കണ്ടോ നിങ്ങൾ? ഇത് പോയാലേ പറ്റൂ ദൈവമക്കളെ, ഇത് പോയാലേ പറ്റൂ, ഇത് നമുക്ക് പോക്കണം. ഇന്ന് അതിനു വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കണം. കണ്ടോ? ബിക്കോസ് ഓഫ് ദ റിലേഷൻഷിപ്പ് ടു ദ സിൻ, പാപത്തോടുള്ള നമ്മുടെ ബന്ധം. ഈ ബന്ധം മാറാതെ നമ്മൾ പുറത്ത് വെറുതെ പ്രാർത്ഥിച്ച് ശാസിച്ച് എൻ്റെ ഊപ്പാട് വരുമെന്നല്ലാതെ ഈ സാധനം പോവുകയല്ല. ലാസ്റ്റ്, ബിക്കോസ് ഓഫ് ദ റിലേഷൻഷിപ്പ് ടു ദ ഗാഡ്, ദൈവത്തോടുള്ള ബന്ധം. കണ്ടമാന കാര്യം എനിക്ക് ആ ഭാഗത്ത് പറയാനുണ്ട്. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 5:12 വായിക്കും. 1 യോഹന്നാൻ 5:12. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. ഇനി പുത്രൻ ഉണ്ടോന്ന് എങ്ങനെ അറിയാം? പുത്രൻ ഉണ്ടോന്ന് അറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പോകണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 9 തൊട്ടൊന്ന് വായിക്കും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. പിതാവ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുക, എന്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കണം. നല്ല രസമുള്ള വാക്യല്ലേ? വായിക്കും. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. അയ്യോ, സിമ്പിളാണ്. ദൈവസ്നേഹത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നർത്ഥം. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഒരു കാരണവശാലും ദൈവസ്നേഹത്തിൽ നിലനിൽക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഇന്നോട്ട് സമയമെടുത്ത് വചനം വായിക്കുക. ഈ വചനം ചുമ്മാ വായിച്ച് ടിക്കറ്റ് പോയാൽ പോരാ. നമ്മളെ കയ്യിലിരിപ്പ് കളയാനുള്ളത് എന്താണോ പറ്റുന്നുള്ളിടത്തോളം കളയണം. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കളഞ്ഞെന്ന് ശരിയാവാൻ പറ്റൂല. നമ്മൾ ഒരെണ്ണം കളഞ്ഞു എന്ന് പറയുമ്പോൾ അതിനൊരു ടെസ്റ്റ് വരും. ആ ടെസ്റ്റ് പാസ്സായിട്ടേ അടുത്തത് കളയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം അടുത്ത് കളയാൻ പറ്റുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ റെഡിയാവത്തുമില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, 100% ഉറപ്പുണ്ട്. കർത്താവ് ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന കഴിയുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ വ്യക്തികളെയും കർത്താവ് ഈ ചക്കിൻ്റെ അകത്ത് കയറ്റി കറക്കുകയാണ്. നിശ്ചയമായിട്ടും അതെ. നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് സംഭവം ഓക്കെ ആക്കി ആദ്യം നമ്മുടെ ഹൃദയങ്ങൾ ഓക്കെ ആകുക. അതാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. ഹൃദയങ്ങൾ ഓക്കെ ആകുക. എത്ര കരട് നിങ്ങൾക്കുണ്ടെങ്കിലും ആ കരട് ഹൃദയത്തിൽ നിന്ന് പുറത്ത് കളയണം. അതവിടെ പറഞ്ഞുണ്ടോ? എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിച്ചേ പറ്റും. അതിന് വിരോധമായുള്ള സകലത്തെയും നമ്മൾ പുറത്താക്കണം. സകലത്തെയും, എന്ത് പ്രതിസന്ധി നമ്മുടെ അകത്തുണ്ടെങ്കിലും അതിനെ പുറത്താക്കണം. പുറത്താക്കി നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കണം. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മൾ അതിനു വേണ്ടിയാണ് ഒരുങ്ങാൻ പോകുന്നത്. നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരാജയപ്പെടാൻ എനിക്കാവില്ല, പരാജയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. ബാക്ക് സ്ലൈഡിങ്ങിന് കാരണമായി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന സകലത്തെയും ഇന്ന് ഞാൻ പുറത്താക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവകളെ നമുക്ക് പുറത്താക്കുവാൻ തയ്യാറാകാം. സ്തോത്രം. പിന്മാറ്റത്തിന് കാരണമായി നമ്മളിൽ ഉണ്ടായിരുന്ന എല്ലാറ്റെയും നമുക്ക് പുറത്താക്കാൻ തയ്യാറാകാം. കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വസ്തുനിഷ്ഠമായി ഗ്രഹിച്ചു, വസ്തുനിഷ്ഠമായി ഞാൻ സംസാരിച്ചു, ഒച്ചപ്പാടില്ലാതെ ഞാൻ സംസാരിച്ചു. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ ഗ്രഹിക്കുന്നു. അതിനെ ഹൃദയത്തിൽ നമുക്ക് ധ്യാനിക്കാം. കർത്താവെ, എനിക്ക് വിടുതൽ നൽകണമെന്ന് പറയാം. കർത്താവെ, എന്നോട് കരുണ കാണിക്കണമെന്ന് പറയാം. കർത്താവിന്റെ കരുണയ്ക്കായി നമുക്ക് യാചിക്കാം, കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ ഹൃദയത്തെ അങ്ങ് ശുദ്ധീകരിക്കണം. എനിക്ക് കാര്യങ്ങളെ ക്രമീകരിച്ച് കൊണ്ടുപോകുവാൻ കഴിയാതെ എൻ്റെ ഹൃദയത്തെ നശിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന വ്യാപാരങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ കൃപ നൽകണമെന്ന് പറയാം. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. ദൈവകരങ്ങളെ ഏൽപ്പിച്ച് ദൈവത്തിന്റെ മഹത്വം കരയറ്റാം. കർത്താവെ, എന്നോട് കരുണ കാണിക്കണമെന്ന് പറയാം.